ഫസ്റ്റ് ആദ്യമേ IELTS, ടോഫൽ, OET ഈ കോഴ്സുകളെ കുറിച്ച് പറയാം. അതോടൊപ്പം ഈ കോഴ്സുകൾ കൊണ്ട് ആർക്കെല്ലാം ഉപകാരം ഉണ്ടാകാം, എന്തെല്ലാം ബെനിഫിറ്റ് ആണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കോഴ്സാണ് IELTS, ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. ഏതൊക്കെ കൺട്രീസ് ആണ് IELTS എന്ന് പറയുന്ന കോഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഏറ്റവും കോമൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ് നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഈ രാജ്യങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം കിട്ടുന്നതും നമ്മുടെ ഫ്യൂച്ചറിന് ഒരു ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന രാജ്യങ്ങളാണ് നമ്മൾ ലിസ്റ്റിലിട്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഓസ്ട്രേലിയ, പിന്നെ അതിനൊപ്പം കാനഡ, ന്യൂസിലാൻഡ്, യുണൈറ്റഡ് കിങ്ഡം, UK, USA, അയർലൻഡ് ആൻഡ് സിംഗപ്പൂർ. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ IELTS കോഴ്സ് കൊണ്ട് നമ്മൾ സഹായിക്കുന്ന രാജ്യങ്ങൾ. ഇനി അടുത്തൊരു കോഴ്സാണ് ടോഫൽ എന്ന് പറയുന്നത്. ഇത് അത്ര കോമൺ അല്ല. നമ്മുടെ ഏരിയയിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് ടോഫൽ കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ടോഫലും അക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. US ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് ടോഫൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം ഓസ്ട്രേലിയ, ഫ്രാൻസ്, കാനഡ, UK, ന്യൂസിലാൻഡ്, ജർമ്മനി, ഇത്ര രാജ്യങ്ങളാണ് ടോഫൽ എന്ന കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്ന രാജ്യങ്ങൾ. ഇനി അടുത്തത് OET. എല്ലാവരും കോമൺ ആയിട്ട് വളരെയധികം കേട്ടിട്ടുള്ള രണ്ട് പേരുകൾ ഒന്നാണ് IELTS-ഉം OET, ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. ഇത് ആർക്ക് വേണ്ടിയാണ്? എല്ലാവർക്കും OET ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഹെൽത്ത് പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമാണ് OET ഉള്ളത്. അത് ഡോക്ടേഴ്സ്, നേഴ്സസ് ആകുമ്പോൾ നോർമലി ഒരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ട്. GNM-കാർക്ക് പറ്റുമോ, BSc-കാർക്ക് മാത്രമേ പറ്റുള്ളൂ? GNM-കാർക്കും BSc-കാർക്കും ഒരുപോലെ സഹായിക്കുന്ന കോഴ്സാണ് OET എന്ന് പറയുന്നത്. അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ, അതിന്റെ ലിസ്റ്റ് കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് OET എന്നുള്ളത് ഫാർമസിസ്റ്റ്, നേഴ്സസ്, ഡോക്ടേഴ്സ് ഇത്രയും പേർക്കാണ് നോർമലി ഉള്ളത്. അവിടെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓഫർ ചെയ്യുന്ന ഒരു മിനിമം ലാംഗ്വേജ് ക്രൈറ്റീരിയ ആണ് ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന OET. ഈ കോഴ്സിന്റെ റിക്വയർമെന്റ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് ഈ രാജ്യങ്ങളിൽ നമുക്ക് ജോബ് ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന്റെ മിനിമം റിക്വയർമെന്റ് ഉണ്ട്. അതിന് പറയുന്നത് നമുക്ക് 4 മൊഡ്യൂൾസ് ആണുള്ളത്. റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഈ 4 മൊഡ്യൂൾസിന് 3 എണ്ണത്തിന് ബിയും, അതിന്റെ ഗ്രേഡ് അങ്ങനെയാണ് തരംതിരിക്കുക. 3 എണ്ണത്തിന് ബിയും 1 എണ്ണത്തിന് C+ ആണ് നമുക്ക് വേണ്ടത്. ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് OET അക്സെപ്റ്റ് ചെയ്യുന്നത്? ഓസ്ട്രേലിയ, UK, അയർലൻഡ്, ഇനിയുള്ള സിംഗപ്പൂർ, ന്യൂസിലാൻഡ്, USA, ദുബായും OET അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മാൾട്ട പോലെയുള്ള രാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് അധികം പേരും പോകുന്നത് നമ്മുടെ അയർലൻഡും UK ആണ് നമ്മുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ. Now it is your turn. നമ്മൾ എങ്ങോട്ട് പോകണം? എന്താണ് നമ്മുടെ ആഗ്രഹം? അത് മൈഗ്രേഷൻ ആയിരിക്കാം, സ്റ്റഡി ആയിരിക്കാം, വർക്ക് ആയിരിക്കാം, ബിസിനസ് ആയിരിക്കാം. അപ്പോൾ ഇറ്റ് ഈസ് യുവർ ടേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയമാണ് ഇനി. ഈ സമയത്ത് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ഇനി ഏത് കാലത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക? കാരണം ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു കോഴ്സ് ചെയ്താൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റും, അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു കോഴ്സ് ചെയ്താൽ അതോടൊപ്പം നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റുമാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. പ്രസന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ അവർ കൺട്രി. അപ്പൊ നമ്മുടെ രാജ്യത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്ത് ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ നോർമലി എഡ്യൂക്കേഷൻ ഈസ് എക്സ്പെൻസീവ് ആണ്. നല്ലൊരു ഹൈ എമൗണ്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ നാട്ടിലൊരു കോഴ്സ് നമുക്ക് സക്സസ് ആയിട്ട്. ആരും ഇതിനകത്ത് നമ്മുടെ സ്ലൈഡിൽ കളിക്കുന്ന പോലെ തോന്നുന്നു. അതെ, ഒരു കാര്യം ചെയ്യാവോ സാർ? അതൊന്ന് ഇപ്പൊ റെഡി ആയില്ലേ? അതിന്റെ അകത്ത് ആ വ്യൂ ഓപ്ഷൻസ് ഇല്ലേ, മേളിൽ കാണുന്ന വ്യൂ ഓപ്ഷൻസ് എന്ന് കാണുന്ന ഏറ്റവും മേളില്, അതിൽ സ്റ്റോപ്പ് അനോട്ടേഷൻ ഫോർ അതേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അനോട്ടേഷനാ? അനോട്ടേഷൻ അത് ഓഫ് ആക്കിയാൽ നമ്മുടെ അല്ല, അതിന്റെ അകത്ത് സ്റ്റോപ്പ് അനോട്ടേഷൻ ഫോർ അതേഴ്സ് ഉണ്ട്. അത് ഓഫ് ആണ്. വ്യൂ ഓപ്ഷൻസ് ഇല്ലേ ഏറ്റവും മേളിൽ. New share, post share, annotations. ഈ ഓപ്ഷൻ കണ്ടില്ല. ഇവിടെ താഴെ ഓഫീസിലാണോ ഉള്ളത്?
അതെ അതെ, ഞാൻ പറയാം. കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ. ഓക്കെ, ഇവിടെ നമ്മുടെ രാജ്യത്ത് ഒരു കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? നമ്മളൊരു കോഴ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം ഉള്ളത് നമ്മുടെ രാജ്യത്തെ എഡ്യൂക്കേഷൻ എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസീവ് ആകാനുള്ള ഒരു കാരണം എന്താണ്? നമ്മൾ ഫൈനാൻഷ്യലി വളരെ ബാക്ക്വേർഡ് ആണ്, അതാണ് ഒന്നാമത്തെ റീസൺ. ഇനി രണ്ടാമതുള്ളത്, ഒരു കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ നമുക്കുണ്ടാകുന്നത് ഓപ്പർച്യൂണിറ്റീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി കോഴ്സ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേരെ നിങ്ങൾക്കറിയാം, ഡിഗ്രിയും PGയും കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടാകുന്ന സാലറി പാക്കേജസ് എത്രയാണ്? നോർമലി നമുക്കുണ്ടാകുന്ന പാക്കേജസ്, ഇപ്പോൾ ഒരു PG കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഒരു ജോബിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാക്കേജ് യൂഷ്വലി കിട്ടുക ഒരു 10,000 അല്ലെങ്കിൽ 20. ഒരു മിനിറ്റ്, ജസ്റ്റ് ഒരു മിനിറ്റ്. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഡിഗ്രിയും PGയും കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ച്, ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് കിട്ടുന്ന സാലറി, മിനിമം സാലറി എത്രയായിരിക്കുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കണ്ടെടുത്തോളം 10,000 അല്ലെങ്കിൽ 15,000 സാലറിയാണ് നമ്മുടെ രാജ്യത്ത് കിട്ടുക. ഇനി 15,000 സാലറി കൊണ്ട് ലോൺ എടുത്ത് PG വരെ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഈ 15,000 രൂപ കൊണ്ട് ലോൺ അടയ്ക്കാൻ പോവോ, അതോ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പോവോ, അതോ സ്വന്തം ആവശ്യങ്ങൾ നടത്താൻ പോവോ? യൂഷ്വലി ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലെ സാമ്പത്തിക പരാധീനതകൾ മൂലം നമ്മുടെ മാതാപിതാക്കളെ സഹായിക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെ സഹായിക്കാനാണ് നമ്മൾ നോർമലി പോവുക. ഇനി 3-4-5 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എഡ്യൂക്കേഷന്റെ പലിശ കൂടി അതൊരു വലിയൊരു എമൗണ്ട്, നമുക്ക് ഒരു തരത്തിലും കൂട്ടിയാൽ കൂടാത്തൊരു എമൗണ്ടിലേക്ക് എത്തിച്ചേരാം. അന്നേരമാണ് എല്ലാവരും ജപ്തി എന്ന് ബാങ്കുകാർ വരുമ്പോഴാണ് നമ്മളെല്ലാവരും നെട്ടോട്ടം ഓടുക ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ട് ഓടുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, അന്ന് വേറെ എന്തെങ്കിലും ഒരു കോഴ്സിന് പോകാമായിരുന്നു, എന്നെങ്കിൽ നമുക്ക് ഗൾഫിൽ പോകാമായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് കടന്നു പോകാമായിരുന്നു, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇവിടെ പല ഏജന്റുമാരും നിങ്ങളെ സമീപിച്ചാണ് പല കോഴ്സുകൾക്ക് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയി ട്രാവൽ ആൻഡ് ടൂറിസം വളരെ കോമൺ ആയി പഠിക്കുന്ന ഒരു കോഴ്സ്. ഈ ട്രാവൽ ആൻഡ് ടൂറിസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ PG കഴിയുമ്പോഴത്തേക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമെന്നല്ല ചിന്തിച്ചത്. പക്ഷേ കമ്പാരിറ്റീവ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. അതിന്റെ സാലറി പാക്കേജ് ഞാൻ പറഞ്ഞു. അതോടൊപ്പം ലാസ്റ്റ് 2 വർഷമായിട്ടുള്ള കോവിഡ് പാൻഡമിക് മൂലം എല്ലാ സ്ഥാപനങ്ങളും തന്നെ അടഞ്ഞു കിടക്കുന്നു. ആരുടെയും സാമ്പത്തിക ശേഷി, എല്ലാവരുടെയും സാമ്പത്തിക ശേഷി ഒന്നിനൊന്നും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മോശമായ സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചു? അവസാനം ഏണിംഗ് വളരെ കുറഞ്ഞു. ഫൈനാൻഷ്യൽ ക്രൈസിസ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഫാമിലി എക്സ്പെൻസും കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പോഴാണ് കല്യാണം എന്ന കടമ്പ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആരുടെ കയ്യിലും ഒന്നുമില്ലാത്ത അവസ്ഥ, ആകെയുള്ളത് ബാങ്ക് കടം മാത്രം. ജപ്തിയാണ് എല്ലാവരുടെ മനസ്സിന് മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ ഈ ടെൻഷനുമായി നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകണോ വേണ്ടയോ എന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അവിടെ എഴുതിയത്, ഇറ്റ് ഈസ് യുവർ ടേൺ. ഈ സമയത്താണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ എടുത്താൽ നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആകും. ഇങ്ങനെ ഒരു ഫ്യൂച്ചർ ബ്രൈറ്റ് ആയാൽ നമ്മുടെ പാരന്റ്സിന് നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനമായിരിക്കും അത്. നമ്മുടെ പാരന്റ്സിന്റെ ഒരു സ്വപ്നം നമ്മളൊരു ഗവൺമെന്റ് സർവീസിൽ ജോലിക്ക് കയറുക, അല്ലെങ്കിൽ നല്ല ഗൾഫിൽ പോയി ജോലിക്ക് കയറുക, കുറച്ച് കാശ് സമ്പാദിക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ അധികമായ അവരെ ചിന്തിക്കുന്നതിൽ അപ്പുറത്തുള്ള ഒരു സമ്മാനം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സമ്പാദ്യം. യൂറോപ്യൻ രാജ്യം, കാനഡ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ പാരന്റ്സിനെ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി എന്ന് പറയാനേ എന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ ജീവിതത്തിൽ അവരൊരിക്കൽ പോലും സ്വപ്നത്തിൽ കാണാൻ സാധിക്കാത്ത കാര്യത്തെ നിങ്ങൾ പ്രാക്ടിക്കലാക്കി കൊടുത്താൽ നമ്മുടെ യുവജനങ്ങളായ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമ്മാനം, സ്വർഗമാനമായ ഒരു സമ്മാനം നമ്മുടെ പാരന്റ്സിന് അതായിരിക്കും. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചെറുപ്പം മുതലേ കൃഷിപ്പണിയെടുത്ത് കണ്ടത്തിലും കരയിലുമായി രാവും പകലും പണിയെടുത്തവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സമ്മാനം.
ഇനി എന്തുകൊണ്ടാണ് കാനഡ ഈസ് ദി ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫോർ മൈഗ്രേഷൻ, സ്റ്റഡി ഓർ വർക്ക്? ഇനി എന്തൊക്കെ ഫെസിലിറ്റീസ് കാനഡ നമുക്കായിട്ട് ഓഫർ ചെയ്യുന്നു? മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്, നമുക്കറിയാം. അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഒന്നു ചേർന്ന് താമസിക്കുന്ന ഒരു രാജ്യമാണ് കാനഡ. അവിടെ ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി ആണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാം അങ്ങോട്ട്. റേഞ്ച് ഓഫ് ഇമിഗ്രേഷൻ ആൻഡ് വിസ പ്രോഗ്രാംസ് ഉണ്ട്. പലതരത്തിലുള്ള പ്രോഗ്രാംസ് വിദേശികൾക്ക് വേണ്ടി അവർ ഒരുക്കിയിട്ടുണ്ട്. നല്ല ഫെസിലിറ്റീസ് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓൾഡർ പാരൻസ് ആണെ കഴിഞ്ഞാൽ അവർക്കുള്ള ഫെസിലിറ്റീസ്. ക്രൈം റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അൺപൊല്യൂട്ടഡ് എൻവയോൺമെന്റ് ആണ്. പിന്നെ അടുത്ത നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു അഡ്വാൻറ്റേജ്, കറപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ഓഫർ നോർമലി ഉള്ളത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്. ഒരു ഹൈ ക്വാളിറ്റി ലൈഫ് നമുക്ക് ഓഫർ ചെയ്യാൻ ഈ രാജ്യത്തിന് സാധിക്കും. ഇനി 2021 മുതൽ 23 വരെ കാനഡ വെൽക്കം ചെയ്യുന്ന പെർമനന്റ് റെസിഡൻസിന്റെ വിസ ഓഫേഴ്സ് ആണ്, പ്ലാൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ വർഷവും 4,00,000 പേരാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് 2021. 2022 ആകുമ്പോഴത്തേക്കും 4,11,000. അത് 23 ആകുമ്പോഴത്തേക്കും 4,21,000 പേരെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കാനഡ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം ജോബ് കൊടുക്കാനുള്ള എല്ലാ തരം ഫെസിലിറ്റീസും അവിടെ കാനഡ പോലുള്ള വേൾഡിലെ ലാർജസ്റ്റ് 10 കൺട്രീസിൽ ഒന്നാണ് നമ്മുടെ കാനഡ എന്ന് പറയുന്ന രാജ്യം. അതോടൊപ്പം എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ഉണ്ട്. നമ്മളിപ്പോൾ കോൺസെൻട്രേറ്റ് കാനഡ ആയതുകൊണ്ടാണ് കാനഡയെ കുറിച്ച് പറഞ്ഞത്. അതോടൊപ്പം നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ഒരു സാലറി പാക്കേജും +2 കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് കാനഡയിൽ പോയി കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്ന സാലറി പാക്കേജും തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടില് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 10,000 അല്ലെങ്കിൽ 15,000, ഇപ്പൊ കൂടിപ്പോയാൽ 25,000 ആണ്. ഈ 25,000 എന്ന് പറയുന്ന എമൗണ്ട് കിട്ടുന്നത് നോർമലി ഡൽഹി അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയുള്ള സ്ഥലങ്ങളിലാണ്. ഏറ്റവും ബ്രില്യൻ്റ് ആയ നല്ല സ്ഥലങ്ങളിൽ ചെന്ന് നല്ല ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയ ഫാമിലീസ് ചെല്ലുമ്പോഴാണ് നോർമലി ഈ പറയുന്ന 25,000 എന്ന് പറയുന്ന ബാംഗ്ലൂർ പോലെയുള്ള മെട്രോ സിറ്റീസിൽ കിട്ടുക. ഇനി ബാംഗ്ലൂർ പോലെയുള്ള മെട്രോ സിറ്റിയിൽ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഈ പറയുന്ന രാജ്യങ്ങളിൽ ബാംഗ്ലൂര്, ചെന്നൈ, ഡൽഹി ഒക്കെ നമ്മൾ താമസിച്ചുള്ള സ്ഥലങ്ങളാണ്. ഇവിടേക്ക് ഒരു റൂമും ഒരു കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നേരെ പോയാൽ തിരിഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിൽ ലോക്കായി പോകും. അത്ര ഒരു കിച്ചണും അതോടൊപ്പം അതുപോലെയുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ മിനിമം റെന്റ് 10,000 rupees ആണ്. ഈ 10,000 രൂപ കൊണ്ട് നമ്മുടെ 25,000 രൂപ ശമ്പളം കിട്ടിയാൽ, സപ്പോസ് അത് കിട്ടിയാൽ ഈ 10,000 രൂപ റെന്റ് കൊടുക്കണം. ബാക്കി കിട്ടുന്ന ഈ 15,000 രൂപ കൊണ്ട് സ്വന്തം ചെലവുകളുണ്ട്. അതോടൊപ്പം വീട്ടിലെ സഹായിക്കണോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണോ, സ്വന്തം ചെലവുകൾ വഹിക്കണോ എന്നുള്ളതൊരു ക്വസ്റ്റ്യനുമായി അവിടെ അവശേഷിക്കും. അതോടൊപ്പം നമ്മുടെ ലോൺ, മിക്കവാറും പേരുടെ, നമ്മുടെ വയനാടിനെ സംബന്ധിച്ച് എല്ലാവരും ലോൺ എടുത്ത് പഠിച്ചവരാണ്. മൈനോറിറ്റി മാത്രമേ ഉള്ളൂ സ്വന്തം പോക്കറ്റിലെ ക്യാഷ് എടുത്ത് പഠിച്ചവര്. അപ്പോൾ ഇവരുടെ ഇൻകം എന്ന് പറയുന്നത് കൊണ്ട് അവരുടെ ലോൺ അടയ്ക്കാനായിട്ട് ഒരു തരത്തിലും എത്തില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ കാനഡ എന്ന ലാർജ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യത്തെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇനി കാനഡയിൽ നമുക്ക് പോയാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഒന്ന്, ഹൈ മിനിമം വേജസ് അഷ്യൂർസ് യു ഹയർ സാലറി. അപ്പോൾ ഹയർ സാലറിയാണ് നമുക്ക് ഓഫർ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഹയർ സാലറി എന്ന് കിട്ടുമ്പോൾ അവിടുത്തെ പേയ്മെന്റ് ഉണ്ട്, അവിടുത്തെ എക്സ്പെൻസസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ $1 വീട്ടിലേക്ക് അയക്കുമ്പോൾ എത്ര രൂപയായി? നമ്മുടെ നാട്ടില് 55 രൂപയായി ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച്. അത് നമ്മൾ ഒരു മാസം, ഇപ്പൊ നമ്മുടെ വയനാട്ടിൽ മാനന്തവാടി ഏരിയയിൽ തന്നെ പോയ ഒരാൾ ഏകദേശം ഇപ്പൊ പോയിട്ട് 1.5 വർഷം കഴിഞ്ഞു, 2 വർഷമായപ്പോൾ. 2 വർഷം ആയപ്പോഴത്തേക്കും ഈ കാനഡ പോകാൻ എടുത്ത ലോണും അടച്ചു തീർത്തു. അതോടൊപ്പം വീട്ടിലേക്കും സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. വീട്ടിലെ ബാക്കിയുള്ള അവരുടെ പെങ്ങന്മാരുടെയും അനിയന്മാരുടെയും എഡ്യൂക്കേഷണൽ ചെലവും വഹിക്കാൻ വരെയുള്ള സാമ്പത്തിക ലെവലിലേക്ക് ഈ 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് എത്തിച്ചേർന്നു. 2 വർഷത്തെ കാലാവധി എന്ന് പറയുന്നത് സ്റ്റുഡന്റ് പീരീഡ് ആണ്. അവരുടെ പഠനം കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ജോബ് കാറ്റഗറിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ടൈം ജോബിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു 2 years കഴിഞ്ഞ് ഒരു 3 yearsലേക്ക് പോകുമ്പോൾ 3ാമത്തെ വർഷം എന്ന് പറയുന്നത്
അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും കൂടെ കൂടുകയാണ്. കാരണം അൺലിമിറ്റഡ് വർക്കിംഗ് അവേഴ്സ് അവർക്ക് കിട്ടും. അൺലിമിറ്റഡ് വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ ജോലി ചെയ്താൽ ഒരു മണിക്കൂറിന് മിനിമം $15 അതിന്റെ മുകളിലേക്കാണ് നോർമലി പോവുക. അപ്പൊ $15 ഒരു ദിവസം 10 മണിക്കൂറായാൽ $150 ആയി. $150 $50 അവിടെ ചെലവഴിച്ചാലും ബാക്കി $100 നമ്മുടെ പോക്കറ്റിൽ ബാക്കി ഉണ്ടാവും. അത് ആർക്ക് കൊടുക്കാം? നമ്മുടെ പാരന്റ്സിനെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ സഹായിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് കാനഡ പോലുള്ള ഒരു രാജ്യത്തെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യവും ആ രാജ്യവും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്തൊരു കമ്പാരിസനെ കുറിച്ച് ചിന്തിച്ചാൽ, നമ്മളൊരു +2 കഴിഞ്ഞു, നമ്മുടെ നാട്ടിൽ +2 കഴിഞ്ഞ ഒരാൾക്ക് എന്ത് സാലറി കിട്ടുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പല സ്ഥലങ്ങളും കൊടുക്കുന്നത് $700 മാസം സാലറി മേടിക്കുന്ന കുട്ടികളെ എനിക്കറിയാം, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ബികോം. അതോടൊപ്പം +2 കഴിഞ്ഞവർക്ക് ഇനി കിട്ടുന്ന സാലറി $5000 $6000. ഇനി ഡിഗ്രി കഴിഞ്ഞാൽ അത് മാക്സിമം ഒരു $8000 അല്ലെങ്കിൽ $10000. ഇതും നല്ല ജോബല്ല. കടകളിൽ സാധനം എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏറ്റവും കുറഞ്ഞ താഴ്ന്ന ജോലികളാണ് പലപ്പോഴും ചെയ്യുക. ഇനി നമ്മൾ വിദേശ രാജ്യങ്ങളിൽ കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ഏതെങ്കിലും രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. +2 കഴിഞ്ഞവൻ ഹയർ സ്റ്റഡീസിന് പോയി ഒരു 2 years പഠനം നടത്തിയാൽ 2 yearsന് ശേഷം കിട്ടുന്ന സാലറി എന്ന് ഞാൻ പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ കിട്ടുന്നത് 25,000 രൂപയാണെങ്കിൽ അവിടെ കിട്ടുന്നത് 1.25 ലക്ഷം 1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ മുകളിലേക്ക് പോയി. അത് ഇന്ത്യൻ റുപ്പീസുമായിട്ട് നമ്മൾ വാല്യൂ ചെയ്യണം. നമ്മളിവിടെ 55 രൂപയുണ്ട്. ഇപ്പോൾ ഒരു ഡോളറും ആയിട്ട് ഓസ്ട്രേലിയൻ കനഡിയൻ ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 55 റുപ്പീസ് ആണ്. അത് ഓസ്ട്രേലിയൻ ഡോളർ ആകുമ്പോഴത്തേക്ക് 65 ആയി. US ആകുമ്പോഴത്തേക്കും ഈ റേഞ്ചിൽ തന്നെ US ഡോളർ നിൽക്കുന്നുണ്ട്. ഇനി UK പോയി കഴിഞ്ഞാൽ അത് അതിൽ കൂടുതലായി. ഇതുമായിട്ട് നമ്മുടെ നാട്ടിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റും നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് നമ്മൾ തന്നെ ഇല്ലാതാക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഒരു ഞാൻ ആദ്യം പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ വയനാട്ടിൽ ഒരു സ്ഥാപനത്തെ കുറിച്ച് ഞങ്ങൾ ആദ്യം ചിന്തിച്ചത്, ഞാനൊക്കെ പഠിച്ച 99, 2001, 2002 കാലഘട്ടം ഡിഗ്രി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ PG ചെയ്തു, പിന്നീട് വേറെ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്തു. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഓഫർ കിട്ടുന്നത്, എനിക്ക് കിട്ടുന്ന സാലറി 30,000 35,000 സാലറിയാണ് പല കമ്പനികളും ഓഫർ ചെയ്യുന്നത്. ഇനി വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ മുകളിലേക്ക് കിട്ടുന്ന പാക്കേജുകൾ നമുക്ക് കിട്ടുന്നത് അവർ ഓഫർ ചെയ്യുന്നത് 30,000 രൂപ ആണ്. ഇപ്പൊ 15 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ട്. എനിക്ക് ടെക്നിക്കൽ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് എനിക്ക് 10 വർഷം 15 വർഷം ഉണ്ട്. ഈ ഫീൽഡിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഓഫറാണ് ഞാൻ പറഞ്ഞത്. 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് 35,000 എന്ന് പറയാനുള്ള കാരണം എന്താണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ക്വാളിഫൈഡ് ആയവരുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. ഇനി 10,000 രൂപയെങ്കിൽ 10,000 രൂപ, 5,000 എങ്കിൽ 5,000 ജോലി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന നല്ലൊരു പറ്റം യുവജനങ്ങളെ നിങ്ങൾ കാണാൻ കഴിയും. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ പോകുമ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു നീണ്ട ക്യൂ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു ഡിഗ്രി PG കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് വേണ്ടി നിന്നപ്പോൾ ഓരോ 10 ഇന്റർവ്യൂവിന് 10 വേക്കൻസിക്ക് എത്ര പേരുണ്ട് നിങ്ങൾക്ക് അറിയാം. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു 10 പേരുടെ ഗവൺമെന്റ് PSCക്ക് വേക്കൻസി വന്നാൽ അവിടെ ഒരു നീണ്ട ക്യൂ, ആയിരങ്ങളാണ് ഒരു വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ 10 വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി എഡ്യൂക്കേറ്റഡ് ആയവരുടെ എണ്ണം എത്ര കൂടുതലാണ്. ഇനി വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കാനഡ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈസ് ദ 10th ലാർജസ്റ്റ് എക്കോണമിയാണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതലാണ്. ചെല്ലുന്നവർക്കെല്ലാം ജോലി കിട്ടുന്നുണ്ട്. ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാവുന്നവർക്ക് ചെല്ലുമ്പോൾ തന്നെ ജോലി കിട്ടുന്നുണ്ട്. അത് 2 വർഷത്തിന് ശേഷം അവരുടെ ഹയർ സ്റ്റഡീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഹൈ പ്രൊഫൈലിലേക്ക് എത്തിച്ചേരാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഈ വിദേശ രാജ്യങ്ങൾ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അത് എന്തിനു നമ്മൾ വേണ്ടത് വെക്കണം എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. ഇനി അതിന്റെ ഫീസ്, എഡ്യൂക്കേഷൻ ഫീസും പോകേണ്ട ഓപ്പർച്യൂണിറ്റീസ് പറയാം. അതിനു മുമ്പായിട്ട് സോഷ്യൽ വെൽഫെയർ അലവൻസ് ഉണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് ഉണ്ട്. നമ്മുടെ രാജ്യത്ത് പലപ്പോഴും നമുക്ക് പെൻഷൻ അല്ലെങ്കിൽ ബോണസ് അലവൻസസ് ഉണ്ടെന്ന് പറയുന്നതല്ലാതെ പേപ്പറിലോ ചുവപ്പ് നാടുകളിലോ ഒതുങ്ങുന്ന അലവൻസുകൾ അല്ലാതെ ഇന്ന് വരെ ആരുടെയും പോക്കറ്റുകൾ അലവൻസ് നല്ല രീതിയിൽ എത്തിയിട്ടില്ല. എക്സ്പെഷ്യലി ക്വാളിഫൈഡ് ആയ, ഗ്രാജുവേറ്റ് ആയ, ജോലി കിട്ടാതെ അലഞ്ഞു നടക്കുന്നവരുടെ മുമ്പ്. അപ്പോൾ അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് പറയുന്നത് കാനഡ പോലുള്ള രാജ്യങ്ങൾ ഓഫർ ചെയ്യുന്നവരാണ്. ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് അവരുടെ ക്വാളിറ്റി, അതോടൊപ്പം ആ ക്വാളിഫിക്കേഷനിൽ ഒരു ജോലി കിട്ടാനാണ്. ഇനി അവർക്ക് ആ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ അതിന് വേണ്ട സാലറി, അതിന് തക്കതായ സാലറി ഗവൺമെന്റ് അവർക്ക് ഓഫർ ചെയ്യും. അതാണ് അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി ഫ്രീ പബ്ലിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ
കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. ഇപ്പൊ ഫാമിലി മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്തു, ഫാമിലി മൊത്തം അവിടെയാണെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല പഠിക്കാൻ. അതോടൊപ്പം സോഷ്യൽ വെൽഫെയർ അലവൻസസ് ഉണ്ട്. ഇനി കനേഡിയൻ പെൻഷൻ പ്ലാൻ ഉണ്ട്, അത് ഓൾറെഡി നമുക്കറിയാം. പിന്നെ ചൈൽഡ് കെയർ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇനി അമ്മ വീട്ടിൽ കൊച്ചിന് നോക്കാൻ ഇരിക്കുവാണെങ്കിലും അമ്മയ്ക്കും അവര് തക്കതായ ബോണസ് അവർ കൊടുക്കും, ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്. അപ്പൊ എല്ലാം കൊണ്ടും നമുക്ക് കിട്ടാൻ പോകുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന വിദേശ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങൾ നമുക്ക് വേണ്ടി ഓഫർ ചെയ്യാം. ഇനി ഏതൊക്കെ രീതിയിലാണ് ഇമിഗ്രേഷൻ പോസിബിൾ ആകുന്നത് കാനഡയിലേക്കുള്ളത്? ഒന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്രസ് എൻട്രി എന്നുള്ള സ്കീമാണ്. എക്സ്പ്രസ് എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രാജ്യത്തേക്ക് പോകാനുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PR, മൈഗ്രേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ് പറഞ്ഞത്. ഇതൊരു സിസ്റ്റമാണ്, ഓർഗനൈസ് സിസ്റ്റം ടു ഓർഗനൈസ് ആൻഡ് പ്രോസസ് ആപ്ലിക്കേഷൻ പീപ്പിൾ ഹു വിഷ് ടു ഇമിഗ്രേറ്റ് ടു കാനഡ അക്വയർ കനേഡിയൻ പെർമനന്റ് റെസിഡൻസ്. പെർമനന്റ് റെസിഡൻസിലേക്ക് പോകാനുള്ളവരുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കൊന്നെങ്കിൽ ഒരു PG ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി എങ്കിലും വേണം. ഡിഗ്രിയും പ്ലസ് 1.5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് സ്കിൽഡ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് കാനഡയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതിന് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇനി 1.5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം നിങ്ങൾക്ക് അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ അഡ്വാൻറ്റേജ് ആണ്. കാരണം അവർ നോക്കുന്നത് 67 പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ക്രൈറ്റീരിയ ആണ്. ഈ 67 പോയിന്റ്സിലേക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, നമ്മുടെ ജോബ് എക്സ്പീരിയൻസ്, ഇപ്പൊ വിദേശ ഗൾഫിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങളുടെ ക്രൈറ്റീരിയ നോക്കിയാണ് നമ്മുടെ വിദേശത്ത് പോകാനുള്ള ഇപ്പൊ എക്സ്പ്രസ് എൻട്രി എന്ന് പറയുന്ന പോയിന്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തുക. അതിനേക്കുള്ള വിശദമായ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പിന്നീട് കിട്ടും. നമുക്ക് ഇതിനകത്ത് പറയാനുള്ള നേരമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇനി എക്സ്പ്രസ് എൻട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇതൊരു ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തതിന് ശേഷം അവർ നമ്മുടെ നമുക്ക് 67 എന്ന് പറയുന്ന ഒരു സ്കിൽഡ് കാറ്റഗറി ലിസ്റ്റ് ഉണ്ട്. ആ കാറ്റഗറി ലിസ്റ്റ് നമ്മുടെ കാറ്റഗറി ഉണ്ടെങ്കിൽ അതനുസരിച്ചാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. കാനഡയിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ഇല്ലെങ്കിൽ പ്രൊവിൻസുകളായിട്ടാണ് കാനഡ വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ പ്രൊവിൻസുകൾക്കും അവരുടേതായ പലതരത്തിലുള്ള കാറ്റഗറി ഉണ്ട്. അവർക്ക് അവരുടെ സ്ഥലത്ത് ആ പ്രൊവിൻസിൽ വേണ്ട ആൾക്കാരെ വേറെ രാജ്യങ്ങളിൽ നിന്ന് സ്വാഗതം ചെയ്യാം. അതിനുള്ള കാറ്റഗറി ലിസ്റ്റ് ഉണ്ട്. അതാണ് അടുത്ത പോയിന്റിൽ വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന കാറ്റഗറീസ് ആണ് 3 തരത്തിലുള്ള കാറ്റഗറീസ് ആണ് വരുന്നത്. ഫെഡറൽ സ്കിൽഡ് വർക്കർ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ ഫെഡറൽ സ്കിൽഡ് ട്രേഡ് ആണ് വർക്കർ. ഫെഡറൽ സ്കിൽഡ് വർക്കർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബേസിക് ക്വാളിഫിക്കേഷൻ, അതായത് ഡിഗ്രി എന്ന് പറയുന്ന ഒരു സ്കിൽഡ് കാറ്റഗറി ലിസ്റ്റിലാണ് നമ്മളെങ്കിൽ നമ്മൾ ഈ കാറ്റഗറിയിൽ പെടും. അതോടൊപ്പം തന്നെ ട്രേഡ്, പ്ലംബിംഗ് അല്ലെങ്കിൽ വയറിംഗ്, ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ട്രേഡുകൾ പെടും. നെക്സ്റ്റ് കാറ്റഗറി കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ആണ്. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അവിടെ പഠിച്ചതിന് ശേഷം അവർ ഓഫർ ചെയ്യുന്ന PR സ്റ്റാറ്റസിനെ കുറിച്ച് പറയുന്നതാണ് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്. ഈ വർഷം നിങ്ങൾ അറിയുന്ന കാനഡയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. ഈ വർഷം, ഈ അടുത്ത കാലത്ത് ഏകദേശം 4-5 മാസത്തിനുള്ളിൽ കനഡയിൽ പഠിക്കാൻ പോയി 1.5 വർഷം എക്സ്പീരിയൻസ് ആയവർ എല്ലാവർക്കും കനഡിയൻ ഗവൺമെന്റ് PR കൊടുത്തു. ഒരു ആപ്ലിക്കേഷൻ പോലും ഈ അടുത്ത കാലത്ത് റിജക്റ്റ് ആയി കേട്ടിട്ടില്ല. എല്ലാവർക്കും തന്നെ PR കൊടുത്തു. ഏറ്റവും കുറെ കാലത്തിന് ശേഷം ചെയ്ത ഏറ്റവും നല്ലൊരു വർക്കാണ് ഈ അടുത്ത കാലത്ത്. കാരണം ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് 4 വർഷമായിരുന്നു ഈ പറയുന്ന പ്രോസസ്സിന്റെ കാലാവധി. 2006-ലാണ് ഞാൻ IELTS പഠിപ്പിക്കാൻ തുടങ്ങിയത്. അന്ന് ഇത്രയും സമയം വേണമായിരുന്നു. ആ 4 വർഷമാണ്. അത് 8 വർഷം വരെ പലപ്പോഴും എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 4 വർഷം എന്നുള്ളത് മാറി 6 months to 1 year അല്ലെങ്കിൽ 1.5 year, 1.5 വർഷത്തിനുള്ളിൽ പ്രോസസ്സ് പൂർത്തിയാകും. ആൾക്കാർക്ക് അവിടെ എത്താം, ജോബിൽ എൻട്രി ചെയ്യാം. ഇനി ഇഫ് യു ആർ എലിജിബിൾ ടു അപ്ലൈ ടു എനി ഓഫ് ദീസ് പ്രോഗ്രാംസ്, ഏതെങ്കിലും കോഴ്സിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ എലിജിബിൾ ആണോ അല്ലയോ, അതാണ് കുറിച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. ഇനി ഡിഗ്രിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ ബേസിക് ക്വാളിഫിക്കേഷൻ. ഇനി അത് PG ആകാം. PG ആണെങ്കിൽ, ഇനി മാരീഡ് ആണെങ്കിൽ, രണ്ടുപേരും PG ആണെങ്കിൽ അതിന്റെ പോസിബിലിറ്റി പോകാനുള്ള സാധ്യത ഒന്നുകൂടി കൂടുതലാണ്. ഡിഗ്രി മാത്രമാണ് ഒരാൾ മാത്രം പോകാനാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ 1.5 വർഷത്തെ എക്സ്പീരിയൻസും അതോടൊപ്പം നമ്മുടെ ഡിഗ്രി ക്വാളിഫിക്കേഷനും പേപ്പർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, അതിനാണ് EOI എന്ന് പറയുന്നത്.
എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, നമ്മൾ പോകാനുള്ള താല്പര്യം നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രൊഫൈലിൽ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ പിന്നീട് ക്ഷണിക്കും. അതനുസരിച്ചാണ് നമ്മൾ ഇതിലേക്ക് പിന്നീട് അങ്ങോട്ട് പോകുന്നത്. അതിനാണ് അടുത്ത പോയിന്റ് കൊടുത്തിരിക്കുന്നത് കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം. കോംപ്രിഹെൻസീവ് റാങ്കിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ സ്കിൽഡ് കാറ്റഗറി ലിസ്റ്റിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ ബാക്കി പ്രൊസീജിയർ ഓരോ പ്രൊവിൻസുകളിലേക്ക്, ഞാൻ ആദ്യം പറഞ്ഞു പ്രൊവിൻസുകളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓരോ പ്രൊവിൻസിലേക്കും അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് അവർ സ്വീകരിക്കുകയാണ് ചെയ്യുക. അതാണ് ഇവിടെ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം PNP. ഈ PNP എന്ന് പറയുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇവിടെ പല പ്രൊവിൻസുകളിലും അവർക്ക് സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ നോർമലി അവർ ബാക്കി സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ അങ്ങോട്ട് സ്വാഗതം ചെയ്യും. അവിടെയുള്ള അഡ്വാൻറ്റേജ്, ഈ വരുന്നവർക്ക് അവര് 67 പോയിന്റ്സ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, അല്ലെങ്കിൽ 460 പോയിന്റ്സ് എന്ന് ഒരു സിസ്റ്റമാണുള്ളത്. ഈ പോയിന്റിലേക്ക് എത്താനുള്ള എക്സ്ട്രാ പോയിന്റ്സ് അവർ നമുക്ക് തരും. എക്സ്ട്രാ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 10 പോയിന്റ് 15 പോയിന്റ് അങ്ങനെ പോയിന്റ് ക്രൈറ്റീരിയ കുറവ് മതി. 67 പോയിന്റ് പറയുന്നിടത്ത് ഈ സ്ഥലങ്ങളിലേക്ക് നമ്മൾ സസ്ക്വാച്ചുവൻ ഇമിഗ്രേഷൻ നോമിനി പ്രോഗ്രാം, അതുപോലെ അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം, അതോടൊപ്പം ആൽബർട്ട PNP, ഒണ്ടാരിയോ PNP, ഈ സ്ഥലങ്ങളിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവരുടെ റിക്വയർമെന്റ് കാറ്റഗറിയിൽ ഉള്ളതാണെങ്കിൽ അവർ നമുക്ക് പോയിന്റ് എക്സ്ട്രാ തരും. അപ്പൊ നമുക്ക് 67 പോയിന്റ് എന്നുള്ളത് സസ്കാച്ചൻ കൊടുക്കുന്നത് 5 പോയിന്റ് ആണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പോയിന്റ് എക്സ്ട്രാ തരുമ്പോൾ ഈ പറയുന്ന ടോട്ടാലിറ്റി നമുക്ക് 67 പോയിന്റ് ക്രൈറ്റീരിയ നമുക്ക് അതിന് മുമ്പായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് പോയിന്റ് സിസ്റ്റം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇനി സ്റ്റഡി ടു മൈഗ്രേറ്റ് പ്രോഗ്രാംസ്. എഡ്യൂക്കേഷൻ പ്രോഗ്രാം പ്രസന്റ്ലി ബെനിഫിറ്റ്സ് ടു സ്റ്റഡിങ് ഇൻ കാനഡ ആണ് അടുത്തത്. എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നമുക്കുള്ളത്? Canada is a global leader in providing educational immigration opportunities to international students. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാനഡയാണ് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യം. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ഓസ്ട്രേലിയ ആയിരുന്നു, അതിനിടയ്ക്ക് ഒരു കാലത്ത് UK ആയിരുന്നു, അതിനിടയ്ക്ക് ന്യൂസിലാൻഡ് വന്നു. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യം കാനഡയാണ്. കാരണം ഫീസ് സ്ട്രക്ചർ കമ്പാരിറ്റീവ്ലി ബാക്കി രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഇപ്പൊ US നമ്മളെ ഫാമിലി നമ്മൾ പ്രോപ്പർ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമുക്കൊരു സ്റ്റുഡന്റ് പ്രോഗ്രാം കിട്ടാനായിട്ട് ആരാണ് ഇപ്പൊ 2 വർഷത്തെ സ്റ്റഡീസിന് പോയി കഴിഞ്ഞാൽ ഒരു 2 ഇയർ കംപ്ലീറ്റ് എക്സ്പെൻസ് ആര് മാനേജ് ചെയ്യും, ആരാണ് മീറ്റ് ചെയ്യുന്നതെന്നുള്ള പ്രോപ്പർ എവിഡൻസ് കൊടുത്താൽ മാത്രമേ നമുക്ക് US ഒരു വിസയ്ക്കുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഓസ്ട്രേലിയ ആണെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ വലിയൊരു ഹൈ എമൗണ്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ന്യൂസിലാൻഡ് ആണെങ്കിൽ പ്രസന്റ്ലി ന്യൂസിലാൻഡിലേക്ക് അധികം സ്റ്റുഡൻസിനെ പുറത്തുനിന്ന് അവരെ വെൽക്കം ചെയ്യുന്നില്ല. ഇനി UK ആണെങ്കിൽ ഉള്ളൊരു പ്രോബ്ലം, പ്രസന്റ് നമുക്ക് അങ്ങോട്ട് പോകാൻ കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമാണ്. വിത്തൗട്ട് ഐലറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ വിത്തൗട്ട് ഐലറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഒരു 2008-11 കാലഘട്ടങ്ങളിൽ 2.5 ലക്ഷം രൂപയ്ക്ക് UK പോയ സ്റ്റുഡൻസ് ഉണ്ട്. ഇതുപോലെ നമ്മുടെ വയനാട്ടിൽ നിന്നും പോയിട്ടുണ്ട്. അവരെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ച് ചിലപ്പോൾ കിട്ടുമായിരിക്കും, ഇല്ലെങ്കിൽ പറയാം. 2.5 ലക്ഷം രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് UK പോയത്. UK ചെന്നതിന് ശേഷം സംഭവിച്ച ഒരു കാര്യം, ഒരു 6 മാസത്തിന് ശേഷം ഗവൺമെന്റ് മിനിമം ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് എല്ലാ കോളേജുകളും ബാൻ ചെയ്തു. അപ്പൊ സംഭവിച്ചത് ഈ പോയ കുട്ടികളെല്ലാം, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം മജോറിറ്റി അവിടുന്ന് അവരുടെ കോഴ്സ് മതിയാക്കി അവിടുന്ന് തിരിച്ചു വരേണ്ട വന്നു. ഇനി ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളവര് വേറെ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്തു. അങ്ങനെ അവരുടെ കാര്യങ്ങൾ നടത്തി. കുറെ പേര് സാമ്പത്തികം, നമ്മുടെ പാവപ്പെട്ട വീടുകളിൽ നിന്ന് പോയവരെല്ലാം ഈ 2 വർഷത്തിന് ശേഷം അവർ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു, തിരിച്ചു വന്നു. അവർക്ക് ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ മാറി. ഇപ്പോഴും UK പോകുന്നുണ്ട്. UK പോകുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. UK ഇപ്പൊ വിത്തൗട്ട് ഐലറ്റ്സ് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കോഴ്സുകളും കോളേജുകളും അവർ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന പിള്ളേരെല്ലാം ബുദ്ധിമുട്ടിൽ ആകും ഒരു പരിധി വരെ.
ഇനി നമ്മുടെ വീട്ടിലെ സാമ്പത്തിക ശേഷി കാരണം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ, അല്ലെങ്കിൽ മറ്റാരുടെയും സഹായം കൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയ നമ്മൾ രക്ഷപ്പെടും. ഇല്ലാന്നൊന്നും തീർത്ത് പറയാൻ പറ്റില്ല. ഇനി കാനഡ പോലെയുള്ള രാജ്യത്തെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് എക്സ്പെൻസ് എത്ര വരും എന്ന്. കാനഡ നമുക്ക് ഓഫർ ചെയ്ത് നമുക്ക് കൊടുക്കേണ്ട ഫൈനാൻഷ്യൽ നമുക്ക് വരുന്നത് 1 year കോഴ്സിന് ഓൾമോസ്റ്റ് 15 to 25 lakhന്റെ ഇടയിലാണ് നമുക്ക് കോഴ്സ് ഫീയും 1 year ലിവിങ് എക്സ്പെൻസും വരിക. 15 ലക്ഷം മുതൽ 25 ലക്ഷത്തിന്റെ ഇടയിൽ വരും. ഈ 15 ലക്ഷത്തിന്റെ 25 ലക്ഷത്തിന്റെ ഇടയിൽ വരുമ്പോൾ എമൗണ്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്രയും പൈസ കൊടുത്ത് എങ്ങനെ പോകും എന്ന് നമ്മൾ നോർമലി ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ കമ്പാരിസൺ നമ്മൾ ഓർക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ ഇപ്പൊ ബിടെക് അല്ലെങ്കിൽ ഇപ്പൊ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന കോഴ്സ്, അല്ലെങ്കിൽ നഴ്സിംഗ്, BSc നഴ്സിംഗ്, ഇപ്പൊ BSc നഴ്സിംഗിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. GNM കമ്പാരിറ്റീവ്ലി പോപ്പുലാരിറ്റി ഇപ്പൊ കുറഞ്ഞു വരികയാണ്. ഇപ്പൊ BSc നഴ്സ് അല്ലെങ്കിൽ GNM നഴ്സ്, അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഡിഗ്രി കോഴ്സുകൾ, കുറച്ചും കൂടി MBA പോലെയുള്ള MSW പോലെയുള്ള കോഴ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യണമെങ്കിൽ ഉണ്ടാകുന്ന എക്സ്പെൻസ് മിനിമം 5 lakh rupees ആണ്. ഈ 5 ലക്ഷം രൂപ ലോൺ എടുത്ത് പഠിച്ചാൽ 5 വർഷം, ബിടെക്കിന് 5 വർഷം, ട്രാവൽ ആൻഡ് ടൂറിസം PG കഴിയുമ്പോൾ 5 വർഷം, MSW ഡിഗ്രി പ്ലസ് MSW കഴിയുമ്പോഴത്തേക്ക് 5 വർഷം, ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് എത്ര ലക്ഷം രൂപ അതിന്റെ ഇൻട്രസ്റ്റ് കൂടി ആകുമെന്ന് നമ്മൾ കൂട്ടി നോക്കുക. അതോടൊപ്പം 5 വർഷത്തിന് ശേഷം പഠിച്ചിറങ്ങുന്ന ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് ഇപ്പൊ +2 കഴിഞ്ഞ് നിൽക്കുന്ന 17 വയസ്സുള്ള ഒരു പയ്യൻ അല്ലെങ്കിൽ 18 വയസ്സുള്ള ഒരു യുവതി, അവര് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന സാലറി 22 അല്ലെങ്കിൽ 23-ാമത്തെ വയസ്സിൽ കിട്ടുന്ന സാലറി എത്രയായിരിക്കും? ഈ പറഞ്ഞ ഇപ്പൊ 10,000 കിട്ടുന്നുണ്ടെങ്കിൽ അത് 15,000-ത്തിന് അപ്പുറത്തേക്ക് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം 2002-ൽ ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ 8,000 രൂപ, ഞാൻ ആദ്യം 2015-ൽ കേരളത്തിൽ ജോലിക്ക് കയറിയപ്പോൾ 20,000 രൂപയായിരുന്നു എന്റെ ശമ്പളം. ഇന്നും അതിൽ വലിയ വ്യത്യാസമില്ലെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇന്നും ഫ്രഷ് ആയിട്ട് ജോലി കയറുന്ന ഒരാളെ സംബന്ധിച്ച് കേരളത്തിൽ കൊടുക്കുന്ന സാലറി 15 അല്ലെങ്കിൽ 20 ആണ്. ഇതാണ് നമ്മുടെ സാലറി പാക്കേജ്. ഈ സാലറി പാക്കേജ് കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കമ്പാരിസൺ, എത്ര വർഷം കൊണ്ട് 5 ലക്ഷത്തിന്റെ പലിശ അടയ്ക്കും, ലോൺ അടയ്ക്കും, എത്ര വർഷം അടച്ചാലും നമ്മുടെ പലിശ ഇൻട്രസ്റ്റിലേക്ക് എത്തുക, എത്ര വർഷം അടച്ചാലും നമ്മൾ എടുത്ത എമൗണ്ടിലേക്ക് പോവുക. അതോടൊപ്പം വിദേശത്ത് പോയ ഒരാളെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, അവര് പോയത് എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു ഫാമിലിയാണ്, നമ്മുടെ തവിഞ്ഞാലിൽ തന്നെ ഉള്ളതാണ്, മാനന്തവാടി തവിഞ്ഞാൽ. ഇവര് കാനഡയിൽ കുറച്ച് സാമ്പത്തിക പ്രശ്നം, ലോൺ എടുത്തും കുറച്ച് സ്ഥലം വിറ്റുമാണ് കാനഡയിൽ എത്തിയത്. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലേക്ക് സാമ്പത്തികമായിട്ട് സഹായിച്ചു. അതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യുകയാണ്, അവരുടെ ബാക്കിയുള്ള അനിയത്തിമാരെ പഠിപ്പിക്കാനുള്ള ഫീസ് അടയ്ക്കാനുള്ള പൈസ കൊടുത്തു. എല്ലാ മാസവും വീട്ടിലേക്ക് പൈസ സാമ്പത്തികമായിട്ട് സഹായിക്കാനായിട്ട് കഴിയുന്നു. ഇപ്പോൾ ആള് സ്റ്റുഡന്റ് തന്നെയാണ്. സ്റ്റുഡന്റ് സ്റ്റാറ്റസിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല, സ്റ്റുഡന്റ് സ്റ്റാറ്റസിൽ മാറാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ നമ്മുടെ നാട്ടിൽ പഠിച്ചുകൊണ്ട് നമ്മുടെ വീട്ടുകാരെ 10,000 രൂപയെങ്കിലും കൊടുത്തു സഹായിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാധിക്കില്ല എന്ന് 100% ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും. ഇനി സാധിച്ചാൽ അത് അവന്റെ കഠിനാധ്വാനത്തിന്റെ ഫലം മാത്രമാണ്. കാരണം രാവിലെ 10 മണി മുതൽ 5 മണി വരെ പഠിച്ചതിന് ശേഷം വേറെ ഏതെങ്കിലും കഫകളിലോ മറ്റു സ്ഥലങ്ങളിലോ ജോലി ചെയ്താൽ മാത്രമേ ഈ പറയുന്ന അവന്റെ സ്വന്തം എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം വീട്ടുകാരെ എങ്ങനെ സഹായിക്കും? തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റില്ലെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇനി 15-20 ലക്ഷം രൂപ പല ബാങ്കുകളും വിദേശത്ത് പഠിക്കാൻ പോകുന്ന കാര്യത്തിൽ ലോൺ കൊടുക്കാൻ തയ്യാറാണ്. ഇന്ത്യയിൽ പഠിക്കാൻ ലോൺ കൊടുക്കാൻ തയ്യാറില്ല. കാരണം അവർ ഒരുപാട് സാമ്പത്തിക പരാധീനത എത്തിക്കഴിഞ്ഞു ബാങ്കുകാരും. കാരണം ലോൺ എടുത്തിട്ട് ആരും അടയ്ക്കുന്നില്ല. ഇനി അത് എഴുതിത്തള്ളേണ്ട കേസുകൾക്ക് വേണ്ടി നമ്മൾ പലരും വെയിറ്റ് ചെയ്യാണ്. നഴ്സിംഗ് പോലുള്ള കുറെ കോഴ്സുകൾക്ക് എഴുതിത്തള്ളി, ബാക്കിയുള്ള കോഴ്സുകൾക്ക് എഞ്ചിനീയറിംഗ് കാറ്റഗറി ഉള്ളവർക്ക് എഴുതിത്തള്ളി കിട്ടിയിട്ടില്ല ഇതുവരെ. അവരെല്ലാം ഫൈനാൻഷ്യൽ സ്ട്രഗിളിലാണ്. നിങ്ങൾക്കറിയുന്ന പോലെ എനിക്കും അറിയാം പല ഫാമിലീസും. ഞാൻ പണ്ട് ഈ പറഞ്ഞ കോഴ്സുകൾക്ക് പോകാൻ നേരത്ത് ഞാൻ അവരോട് പറഞ്ഞു, അന്ന് UK പോകാനായിട്ട് 10 ലക്ഷം രൂപയായിരുന്നു മുടക്ക്. അവരന്ന് 5 ലക്ഷം രൂപ എടുത്ത് ബാംഗ്ലൂർ പോയി കോഴ്സ് പഠിച്ചു, തിരിച്ചു വന്നു. ഇന്നും അവരുടെ സാമ്പത്തിക നില 1 രൂപ പോലും അവരുടെ ലോണിലേക്ക് അടയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അവരുടെ ഇൻകം, അവരുടെ വീട്ടിലെ ചെലവും അവരുടെ സ്വന്തം ചെലവും. കാരണം ആദ്യം ജോലി കിട്ടിയ സാലറി എന്ന് പറയുന്നത് 8,000 രൂപയായിരുന്നു. 8,000 രൂപ സാലറി കൊണ്ട് ലോൺ അടയ്ക്കോ, വീട്ടിലേക്ക് കൊടുക്കോ, സ്വന്തം ചെലവ് നടത്തുമോ? ഇതാണ് നിങ്ങളുടെ മുമ്പിലെ ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പോൾ നമ്മൾ വിദേശത്ത് 5 ലക്ഷം രൂപ എന്നുള്ളത് മാറി. ഇപ്പൊ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ എക്സ്പെൻസ് ആണ് നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടി മൊത്തത്തിൽ നമ്മൾ ചെലവാക്കുന്നത്.
ഇനി വിദേശത്തേക്ക് നമ്മൾ 15 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞത് ഇൻക്ലൂഡിങ് അവരുടെ ലിവിങ് എക്സ്പെൻസ് കൂടിയാണ്. ഒരു വർഷം അവർ താമസിക്കേണ്ട എക്സ്പെൻസ് കൂടിയാണ്. അതോടൊപ്പം ഒരു മാസം ഒരാഴ്ചയിൽ 20 മണിക്കൂർ ജോലി ചെയ്യാനുള്ള പെർമിഷൻ കൂടി ഇവർക്കുണ്ട്. അങ്ങനെ ഒരു വർക്ക് പെർമിറ്റ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു ആഴ്ച വർക്ക് ചെയ്യുന്ന 20 മണിക്കൂർ ജോലി ചെയ്യുന്നതിന്റെ സാലറി കൂടി നമ്മുടെ കയ്യിലുണ്ട്. അത് മതി നമ്മുടെ ലിവിങ് എക്സ്പെൻസ്. കുറച്ച് മീറ്റ് ചെയ്ത് ജീവിക്കണം എന്ന് വിചാരിച്ച് നമുക്ക് ലാവിഷായി ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക ഭദ്രതയൊന്നും നമ്മൾ ചെല്ലുന്ന ആദ്യ കാലങ്ങളിൽ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കാനഡ പോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങും. ഇവിടെ ദൂരത്തടിച്ച് ജീവിക്കുന്നവർ അവിടെ പിടിച്ചു ജീവിക്കാൻ തുടങ്ങും. കാരണം ഒരാൾ മറ്റൊരാളെ നോക്കുമ്പോൾ അവൻ മര്യാദയ്ക്ക് പണിയെടുത്ത് കറക്റ്റ് എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവൻ ഇവിടുന്ന് പോകുന്നവൻ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ ഫോളോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ അലമ്പും കാര്യങ്ങളും അവിടെ അലവ് ചെയ്യില്ല. പിന്നെ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ നോർമലി പാരന്റ്സും നമ്മൾ പേടിക്കുന്ന ഒരു പ്രശ്നം അവിടെ ഇല്ല. കാരണം റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ നിങ്ങൾക്കറിയാം, ഗൾഫ് രാജ്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലെ നിയമങ്ങളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആണ്. ഒരു തരത്തിലുള്ള എക്സ്ക്യൂസും കൊടുക്കില്ല. ഇവിടെ എന്ത് അലമ്പ് കളിച്ചവനും അവിടെ പോയി വളരെ ഒതുങ്ങി കൂടി ജീവിക്കും. പുറത്തിറങ്ങി നടക്കില്ല, അണ്ണസീറിയായിട്ട് പുറത്തൊന്നും സിഗരറ്റ് വലിക്കില്ല, ഒരു കാര്യവും ചെയ്യില്ല. സിഗരറ്റ് വലിക്കുന്ന ഏരിയ എവിടെയാണെന്ന് അവർക്കറിയാം, അവിടെ പോയി നിന്ന് മാത്രമേ അവർ വലിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ? ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ റൂൾസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ആൾക്കാർ പര്യാപ്തമാകും. കാരണം ബാക്കി ഒരുത്തൻ ഫോളോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും അത് ഫോളോ ചെയ്യും. ഇനി അതുകൊണ്ടാണ് കാനഡ ഹാസ് എ റെപ്യൂട്ടേഷൻ ആസ് എ സേഫ് ആൻഡ് വെൽക്കമിംഗ് കൺട്രി വിത്ത് എ റിച്ച് ഹിസ്റ്ററി ഓഫ് മൾട്ടി കൾച്ചറലിസം. ഇപ്പൊ കൾച്ചർ പല രാജ്യത്തെ ജനങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതുകൊണ്ട് പല രാജ്യത്തെ കൾച്ചർ ഒരുപോലെ പോകുന്ന ഒരു സ്ഥലമാണ് കാനഡ. ഇനി സ്റ്റഡിയാണ് ഏറ്റവും എളുപ്പത്തിൽ കാനഡ എത്താനുള്ള ഒരു മാർഗം. കാരണം ഈ 3 അല്ലെങ്കിൽ 4 മാസം കൊണ്ട് നമ്മുടെ വിസ പ്രോസസ്സിംഗ് കഴിയും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ രാജ്യത്ത് എൻറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം 20 hours പെർ വീക്ക് ആണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഹോളിഡേയ്സ്, നമുക്ക് 3 months ഹോളിഡേ ഉണ്ട് ഒരു വർഷം. ഈ 3 months ഹോളിഡേയ്സ് അൺലിമിറ്റഡ് വർക്കിംഗ് അവേഴ്സ് ആണ്. അവർക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ജോലി ചെയ്യാം. ഈ ഫണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നാട്ടിലേക്ക് കാനഡയിൽ നിന്ന് കുട്ടികൾ അയച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ആഫ്റ്റർ സ്റ്റഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ പഠനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും വർക്ക് പെർമിറ്റ് കിട്ടുന്നുണ്ട്. 1 year സ്റ്റഡീസ് ഉണ്ട്, 2 year സ്റ്റഡീസ് ഉണ്ട്. 1 year സ്റ്റഡീസിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 year സ്റ്റേ ബാക്കും, 2 year സ്റ്റഡീസിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3 years സ്റ്റേ ബാക്കുമാണ്. അപ്പൊ 3 years സ്റ്റേ ബാക്ക് എന്ന് പറയുമ്പോൾ തന്നെ 3 വർഷം കൊണ്ട് നമ്മൾ 5 വർഷം അവിടെ നിൽക്കും. 2 വർഷം പഠനവും 3 വർഷം സ്റ്റഡീസും. അങ്ങനെ 5 വർഷം കൊണ്ട് നമ്മളവിടെ സിറ്റിസൺഷിപ്പ് എടുക്കാനുള്ള എലിജിബിലിറ്റി കാറ്റഗറി നമ്മളവിടെ മീറ്റ് ചെയ്യും. അങ്ങനെ എലിജിബിലിറ്റി കാറ്റഗറി മീറ്റ് ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അവിടെ തന്നെ സിറ്റിസൺഷിപ്പ് കിട്ടും. അതോടൊപ്പം നിങ്ങളുടെ പാരന്റ്സിനെയും നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ സഹോദരങ്ങളെയും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാനഡ എന്ന മഹാരാജ്യത്തേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇത് കാനഡ മാത്രമല്ല, ഓസ്ട്രേലിയയിലും ഇത് തന്നെയുണ്ട്. ഓസ്ട്രേലിയയെ കുറിച്ച് കൂടുതൽ പറയാത്തതിന്റെ ഒരു കാരണം ഓസ്ട്രേലിയ കുറച്ചും കൂടി എക്സ്പെൻസ് ആണ്. നമുക്ക് താങ്ങുന്നതിൽ കൂടുതലായതുകൊണ്ട് മാത്രമാണ് ഓസ്ട്രേലിയയെ കുറിച്ച് പറയാത്തത്. ഇനി കാനഡയിലേക്ക് മാരീഡ് ആയ ആള് സ്പൗസിനെ കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ ഒരാൾ പഠിക്കാൻ പോവും, മറ്റേ ആള് അൺലിമിറ്റഡ് വർക്കിംഗ് അവേഴ്സ് ആണ്. അൺലിമിറ്റഡ് വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര മണിക്കൂർ വേണം ജോലി ചെയ്യാം. അതുകൊണ്ട് കിട്ടുന്ന ഇൻകം അവർക്ക് തന്നെയാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രീ എഡ്യൂക്കേഷൻ ഫോർ ദ കിഡ്സ് ആണ്. കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷൻ ഫീസ് എത്രയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. LKG പഠിക്കണമെങ്കിൽ മിനിമം 25,000 രൂപയുടെ ഫീസ് സ്ട്രക്ചർ നമുക്കുണ്ട് ഒരു വർഷത്തേക്ക്. LKG കഴിഞ്ഞ് അതൊരു +2 ആകുമ്പോഴത്തേക്കും നമ്മൾ മുടക്കുന്ന എക്സ്പെൻസ് എത്രയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു റെപ്യൂട്ടഡ് സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ മുടക്കുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് 0 ആണ്. കാരണം അവരെ നോക്കാനുള്ള എക്സ്പെൻസ് ഗവൺമെന്റ് തരും, അതോടൊപ്പം അവരെ പഠിപ്പിക്കാനുള്ള എക്സ്പെൻസ് ഗവൺമെന്റ് മുടക്കും. നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർ നമുക്ക് ഉണ്ടാക്കുന്നില്ല. ഇനി ഹയർ സ്റ്റഡീസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മാസ്റ്റർ പ്രോഗ്രാം ഉണ്ട്, ഗ്രാജുവേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, ഇനി ഗ്രാജുവേഷൻ എന്റർപ്രണർ സ്ട്രീം ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഓഫേഴ്സ് കാനഡ പോലുള്ള രാജ്യങ്ങൾ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഹൂ ക്യാൻ ഫ്ലൈ, ആർക്ക് പോകാം.
+2 കഴിഞ്ഞ ആർക്കും കാനഡ പോലെയുള്ള രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകാം. +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം ഏതെങ്കിലും ഡിഗ്രി, ഈ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ +2 ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് നന്നായിട്ട് പഠിക്കുക. മിനിമം നമുക്കൊരു റിക്വയർമെന്റ് ഉള്ളത് ഒരു 50% എബോവ് സ്കോർ വേണം. എന്നാൽ മാത്രമേ നമ്മുടെ വിസ പ്രോസസ്സിംഗ് കുറച്ചുകൂടി എളുപ്പമാകുകയുള്ളൂ. വളരെ ഈസി ആയിട്ട് വിസ കിട്ടും. നമുക്കൊരു ഡിഗ്രി 50%, 60% എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഒന്നുകൂടെ ആദ്യം ശ്രമിക്കുക ഒരു 60% എത്താൻ. അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിന്. ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇനി അതിനുശേഷം റിക്വയർഡ് അയൽ സ്കോർ. ഈ പറഞ്ഞ കോഴ്സുകൾ പഠിക്കാനായിട്ട് ഡിഗ്രി കഴിഞ്ഞവർക്കും +2 കഴിഞ്ഞവർക്കും മിനിമം 6, അതായത് അയൽസിന്റെ സ്കോർ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, അറിയില്ലെങ്കിലും 9ലാണ് സ്കോർ ഇടുക. 9ലുള്ള സ്കോർ നമുക്ക് മിനിമം വേണ്ടത് 6ഉം ഓവറോൾ 6.5 എന്ന് പറയുന്ന ഒരു ടാർഗറ്റുമാണ്. ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക്, PG കഴിഞ്ഞവർക്ക് അതിന്റെ ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ അവർക്ക് 7 സ്കോറിലേക്ക് എത്തണം. എന്ന് പറഞ്ഞാൽ 4 മൊഡ്യൂൾസ് ഉണ്ട്, 4 പേപ്പറിനും കൂടി ഒരു 7 ബാൻഡ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു കോളേജിൽ, റെപ്യൂട്ടഡ് കോളേജിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഇനി സ്കിൽഡ് പ്രൊഫഷണൽ ഡിഗ്രിയെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. ഫോർ മൈഗ്രേഷനെ കുറിച്ചാണത്. BTech അല്ലെങ്കിൽ എനി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമക്കാർക്കുള്ളൊരു കോംപ്ലിക്കേഷൻ, നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ ചിലപ്പോൾ മീറ്റ് ചെയ്യില്ല. പക്ഷേ ചില പ്രൊവിൻസുകളിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ സസ്കാച്ചൻ, ആൽബർട്ട പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ 3 years ഡിപ്ലോമയാണെങ്കിൽ അവർ പോയിന്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യും. അവർക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഞാൻ പറഞ്ഞു 4,00,000 ആപ്ലിക്കേഷൻസ് ആണ് ഈ വർഷം സ്വീകരിക്കുന്നത്. ഇപ്പൊ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഈ 4,00,000 എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് PG കഴിഞ്ഞ, ഇപ്പൊ നമ്മൾ പറഞ്ഞ MSW, അതോടൊപ്പം PG ഏതെങ്കിലും MSc നേഴ്സ്, BSc പറ്റില്ല, MSc നേഴ്സ്, അങ്ങനെയുള്ള MSc കഴിഞ്ഞ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം. ഈ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 6 months to 1.5 years നിങ്ങളുടെ പ്രോസസ്സിംഗ് കഴിയും. നിങ്ങൾ ഒരു പെർമനന്റ് റെസിഡന്റ് ആയിട്ട് കാനഡയ്ക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഇനി അതിനെക്കുറിച്ചുള്ള എക്സ്പെൻസിനെ കുറിച്ച് ചിന്തിച്ചാൽ വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ ഉള്ളൂ. ഒരു 2 to 3 lakh rupees ആണ് ഒരാളെ സംബന്ധിച്ച് എക്സ്പെൻസ് കാനഡയിൽ എത്തിച്ചേരാൻ വരുന്നത്. PG കഴിഞ്ഞ ഒരാളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. BTech അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി പ്ലസ് 1.5 years എക്സ്പീരിയൻസ് വേണം. അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിലും നമുക്ക് 1.5 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം വേണം. എന്നേ മാത്രമേ നമുക്ക് ഈ പോയിന്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ അതോടൊപ്പം തന്നെ ഡിഗ്രി കഴിഞ്ഞവർക്ക് മിനിമം സ്കോർ വേണ്ടത് യൂഷ്വലി വരുന്ന ഒരു സ്കോറാണ് വിട്ടിരിക്കുന്നത്. 8 എന്ന് പറയുന്ന ഒരു സ്കോർ വേണം ലിസണിങ് എന്ന് പറയുന്നത് മൊഡ്യൂളിൽ. ബാക്കി എല്ലാത്തിനും 7. അതാണ് ഒരു യൂഷ്വൽ ക്രൈറ്റീരിയ. ഇത് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചും നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൊവിൻസിനനുസരിച്ചും ഇത് കുറയാം. അപ്പോൾ 8 എന്നുള്ളത് അതിലേക്ക് താഴേക്ക് വരും. ഇനി ഫാമിലി, സപ്പോസ് രണ്ടുപേരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ ഒരാൾക്ക് 6.5 മിനിമം, ഓവറോൾ 7, അടുത്തയാൾക്ക് 5.5 എന്ന് പറഞ്ഞാൽ IELTSന്റെ എക്സാമിനേഷൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ ഈ സ്കോറിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് സ്കോറിംഗിന്റെ സിസ്റ്റം. സ്റ്റുഡന്റ് സ്കോർ ആദ്യം പറഞ്ഞു. ഇനി മൈഗ്രേഷന് വേണ്ട സ്കോർ പറഞ്ഞു. നമുക്ക് 2 മൊഡ്യൂൾസ് ആണുള്ളത് IELTS, ജനറൽ ആൻഡ് അക്കാഡമിക് എന്ന് പറയുന്നത്. അക്കാഡമിക് മൊഡ്യൂൾ ഉള്ളത് നേഴ്സുമാർക്ക് ഹയർ സ്റ്റഡീസിന് പോകാൻ, നേഴ്സസ്, ഡോക്ടേഴ്സ്, ഫാർമസിസ്റ്റ്, ഇവർക്ക് ഹയർ സ്റ്റഡീസിന് പോകാനും അതോടൊപ്പം ജോബിന് പോകാനും അക്കാഡമിക് ആണ് വേണ്ടത്. PR-ന്റെ കേസുകളിൽ മാത്രമേ നമ്മൾ ജനറൽ എന്ന് പറയുന്ന കനഡിയൻ മൈഗ്രേഷൻ കാറ്റഗറിയിൽ ജനറൽ മൊഡ്യൂൾ ചെയ്യേണ്ടുള്ളൂ. അതിന്റെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് 2 years എക്സ്പീരിയൻസ് ആണ്, നമുക്ക് റെലവന്റ് എക്സ്പീരിയൻസ് വേണം. അതോടൊപ്പം ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഫൈലുമാണ് ഈ 8 അല്ലെങ്കിൽ 7 എന്നുള്ള സ്കോറിൽ ചേഞ്ച് വരുന്നത്. Who can you hire to help you with your application? ഇനി ആരെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും, ആരാണ് നമ്മളെ സഹായിക്കുക? നോർമലി ആപ്ലിക്കേഷൻ പോകുന്നത് ഒരു ലീഗൽ സോളിസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ്സിന്റെ സഹായത്തോടെയാണ്. അഡ്വക്കേറ്റ്സിന്റെ സഹായത്തോടെ അവരാണ് നമ്മുടെ നോർമൽ പ്രൊസീജിയേഴ്സ് ചെയ്യുക.
അവർ നമ്മുടെ പ്രോസസ്സിങ് കാരണം അവർ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. കാനഡയിൽ പോയി പഠിച്ച എക്സ്പീരിയൻസ് ആയ ആൾക്കാരാണ് നോർമലി നമ്മുടെ പ്രോസസ്സിങ് ചെയ്യുക. അവരോട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഡീറ്റെയിൽസ് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഇനി വിസ റെഫ്യൂസലിന്റെയും ബാക്കി ബാൻ നോർമലി വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ സഹായിക്കാനായിട്ട് സാധിക്കുക നോർമലി അഡ്വക്കേറ്റ്സ് ആണ്. ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് ഹയറിംഗ് എ ഫോറിൻ ലോയർ, ഇമിഗ്രേഷൻ ലോയർ, അതിന്റെ പർപ്പസ് ആണ്. എന്തുകൊണ്ട് ലീഗൽ പ്രൊസീജിയേഴ്സ്, കാനഡയിലുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് വളരെ വ്യക്തമായി അറിയുന്നത് ഈ പറയുന്ന അഡ്വക്കേറ്റ്സ് ആണ്. നമ്മളിവിടെ ഒരു ഏജൻസി ആയിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പറയുന്നതൊന്നും എൻ്റെ അടുത്ത് നിങ്ങൾ വന്ന് IELTS പഠിക്കാനോ നമ്മൾ പറയുന്ന ഏജൻസി പോയി നിങ്ങൾ ചെയ്യാനോ ഒന്നുമല്ല. നമ്മുടെ നാട്ടിലെ നമ്മുടെ ജനങ്ങൾ നല്ലൊരു സ്ഥലങ്ങളിൽ എത്തി നമ്മുടെ വയനാട് എന്ന് പറയുന്ന പശ്ചിമഘട്ടമായി അളന്നു പോയിരിക്കുന്ന നമ്മുടെ ഏരിയ മെച്ചപ്പെടണം, അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു ഉന്നമനം, ഡെവലപ്മെന്റ്സ് ഉണ്ടാകണം എന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ്. കാരണം നമുക്കറിയുന്നത് പോലെ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് നോർമൽ എല്ലാ പേഷ്യൻസിനെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതിനുവേണ്ടി കുറെ ഞങ്ങൾ നടന്നതാണ്. കാരണം ഒരു തരത്തിലുള്ള ഫെസിലിറ്റീസും വയനാട് എന്ന് പറയുന്ന സ്ഥലത്തിനില്ല. കാരണം എല്ലാവരാലും അവഗണിക്കപ്പെട്ട ഒരു സ്ഥലമാണ് വയനാട്. പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഫോറസ്റ്റും ഏരിയ ആകുമ്പോൾ, എക്കോ സെൻസിറ്റീവ് ഏരിയ ആകുമ്പോൾ തന്നെ ഇതിന്റെ പോപ്പുലാരിറ്റി വീണ്ടും കുറഞ്ഞു വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്തെങ്കിലും നമ്മൾ ചിന്തിച്ചാൽ നമുക്കൊരു നല്ല ജീവിതം, നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് ഒരു നല്ല പ്ലാറ്റ്ഫോം നമുക്ക് തുറന്നു കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളൊരു ഇമിഗ്രേഷൻ ലോയറുമായിട്ട് ചെയ്യുന്നുണ്ട്. ഇമിലോ എന്ന് പറയുന്ന, നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവർ തരും. അത് ഫ്രീ ആണ്. ഒരു തരത്തിലുള്ള പൈസയും ആരോടും വാങ്ങില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഗൈഡൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താലും ഇവിടെ നിങ്ങൾക്ക് കോണ്ടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. എന്തൊക്കെ സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു വളരെ വ്യക്തമായ എവിഡൻസ് ക്ലിയർ ആയിട്ട് നമുക്കറിയുന്ന നോളജ് വെച്ചുകൊണ്ട് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന ഏജൻസി, ഞാനിവിടെ പറഞ്ഞു, നമ്മുടെ വയനാട്ടിൽ നിന്ന് പോകുന്നവർക്ക് ഏതൊക്കെ തരത്തിലുള്ള സഹായം നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോഴും നമ്മുടെ ഒരാളിപ്പോൾ പോകുന്നുണ്ട് കാനഡയ്ക്ക്, 1 രൂപ പോലും സർവീസ് ചാർജ് ഇതുവരെ വാങ്ങിയിട്ടില്ല. ഇവരോട് നമ്മുടെ അടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് വയനാട്ടിലെ, നമ്മൾ 1 രൂപ പോലും ഫീസ് പോലും വാങ്ങാതെ അവരെ പഠിപ്പിച്ച് അവർ വിദേശത്ത് എത്തിയതിനു ശേഷം മാത്രം നമ്മളെ സഹായിച്ചാൽ നമുക്ക് ഫീസ് തന്നാൽ മതി. ആ ഫീസും അവിടുത്തെ ഡോളർ അല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് നമുക്ക് കിട്ടിയാൽ മാത്രം മതി. നമ്മൾ എത്രയാണ് എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് അത് തന്നെ. അപ്പോൾ ഇവിടെ പറഞ്ഞതും ഇമിഗ്രേഷൻ ലോയറുടെ ഒരു സഹായം നമ്മൾ ചെയ്യുന്ന ഇമിലോ എന്ന് പറയുന്ന കൺസൾട്ടൻസി, നിങ്ങൾക്ക് ആര് കോണ്ടാക്ട് ചെയ്താലും മാനന്തവാടിയിൽ നിന്ന് പറഞ്ഞിട്ട് ആണ് കോണ്ടാക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഏസ് ക്യാമ്പസോ അല്ലെങ്കിൽ എൻ്റെ പേര് ബിനു എന്ന എൻ്റെ പേരോ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും അവിടെ തരും. ഒരു തരത്തിലുള്ള കൺസൾട്ടേഷൻ ഫീസും ഉണ്ടാകില്ല. അവർ നിങ്ങളെ സഹായിക്കും. അപ്പൊ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഉന്നമനമാണ്. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ ഏത് സമയത്തും മൺഡേ ടു ഫ്രൈഡേ ഈവനിങ് വരെ ഞങ്ങളിവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ചെയ്യുന്ന അഡ്വക്കേറ്റ് സിന്ധുമോൾ ജോയി എന്ന് പറയുന്ന, കോഴിക്കോട് ആണ് വീട്, കാനഡയിൽ നിന്ന് പഠിച്ചു, കാനഡയിൽ തന്നെ ഇമിഗ്രേഷൻ ലോയറായി വർക്ക് ചെയ്യുന്ന, നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് സിന്ധുമോൾ ജോൺ എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരി. ഇവരാണ് നമ്മളെ സഹായിക്കുക. നിങ്ങളുടെ എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ലൈഫ് ആശംസിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ വീണ്ടും നിങ്ങളെല്ലാവരും കണ്ടുമുട്ടാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ഞങ്ങൾ വരുന്നില്ല, കാരണം വയനാട്ടിലുള്ളവരെല്ലാം കയറ്റിവിടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമ്മളിവിടെ തന്നെ ഉണ്ടാകും. നിങ്ങളെല്ലാം നല്ല നിലയിൽ എത്തിച്ചേരണമെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഫെഡറൽ ഫൗണ്ടേഷന്റെ കൂടെ, നോബലർസിന്റെ കൂടെയും അതോടൊപ്പം മാനന്തവാടിയിലും വയനാട്ടിലുമുള്ള നല്ല മനസ്സുകൾ കൂടെ, നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകും, ഞങ്ങളും ഉണ്ടാകും. എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതോടൊപ്പം നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം, നമ്മൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും
എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം പാരീസിനും ആശംസകൾ നേരുന്നു. കാരണം നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ആകുലപ്പെടേണ്ടി വരില്ല. കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ കയറ്റി വിട്ടു കഴിഞ്ഞാൽ ഗൾഫിൽ പോകുന്നതിനേക്കാളും ഒരു 101% സെക്യൂർ കാനഡ പോലുള്ള രാജ്യങ്ങളാണ്. കാരണം ഞാൻ ഗൾഫിൽ പല രാജ്യത്തും ജോലി ചെയ്ത് തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സെക്യൂറായ സ്ഥലം നിങ്ങൾക്ക് മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമ്മാനം ജീവിതത്തിൽ ഇതായിരിക്കുമെന്ന് വീണ്ടും അടിപിടി ഇട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച്. നിർത്തുന്നു. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. രണ്ട് കാര്യങ്ങൾ ഇവിടെ മെസ്സേജ് ബോക്സിൽ വന്നിട്ടുണ്ട്. വാട്ട് അബൌട്ട് ദ ടാക്സ് ഇൻ കാനഡ ആൻഡ് അബൌട്ട് ജർമ്മനി? ജർമ്മനിയെ കുറിച്ച്, കാനഡയിലെ ടാക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അതിനൊന്നും അറിയില്ല. കാനഡ ടാക്സിനെ കുറിച്ച് ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് പറഞ്ഞുതരാം. കാനഡ ടാക്സ് കമ്പാരിറ്റീവ്ലി യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ച്, അതായത് നമ്മുടെ UK, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് കാനഡയിലാണ് ഏറ്റവും കൂടുതൽ ടാക്സ് കുറവ്. എൻ്റെ വൈഫ് കാനഡയിൽ 3 വർഷം പഠനം കഴിഞ്ഞ് ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് 1.5 വർഷം ജോലി ചെയ്തതിനു ശേഷം തിരിച്ചു വന്നതാണ്. കാനഡയിലെ ടാക്സ് കമ്പാരിറ്റീവ് ഏറ്റവും കുറവാണ്. പെർസെൻറ്റേജ് എത്രയാണെന്ന് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല, അറിയില്ല. ഞാനത് കൺഫേം ചെയ്തിട്ട് പറഞ്ഞുതരാം. പിന്നെ ജർമ്മനി ഓഫർ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പോട് കൂടി, അതോടൊപ്പം PG കഴിഞ്ഞവർക്ക് സ്കോളർഷിപ്പോട് കൂടിയും ഹയർ സ്റ്റഡീസ് ഓഫർ ചെയ്യുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. ഫീസ് സ്ട്രക്ചർ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ അതിനെക്കുറിച്ച് നമ്മളിപ്പോ പ്രസന്റ്ലി ജർമ്മനിക്ക് സ്റ്റുഡന്റ് വിസ നമ്മൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങൾ ചെയ്തുതരും. ആരെങ്കിലും ജർമ്മനിക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ ഞാൻ ആദ്യം പറഞ്ഞു. BSc ഒന്നെങ്കിൽ മൈക്രോബയോളജി സയൻസ് ഗ്രൂപ്പ്, അതോടൊപ്പം തന്നെ BTech പോലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഫീസ് സ്ട്രക്ചർ കമ്പാരിറ്റീവ് കുറവാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്കോളർഷിപ്പ് ഉണ്ട് നമുക്ക്. കാനഡ ഇവിടെ ജർമ്മനി ഓഫർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം +2 കഴിഞ്ഞവർക്ക് സിംഗപ്പൂർ സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി കൊറിയ ഫ്രീ ആണ്. ഓരോ വർഷം നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും. ആ രീതിയിലുള്ള പഠനം ഓഫർ ചെയ്യുന്നുണ്ട്. മലേഷ്യ സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്. ജർമ്മനിയുടേത് എനിക്ക് തോന്നുന്നു നഴ്സുമാരുടെ കാര്യം പറഞ്ഞ നഴ്സിംഗിന് വലിയ സാധ്യത. നഴ്സിംഗ് കഴിഞ്ഞവർക്കുണ്ട്, നഴ്സിംഗ് പഠിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. നഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഒരുപാട് പേര് ഇന്ത്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന ഏജൻസികളുണ്ട്. ജർമ്മനിയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നമുക്ക് വരാവുന്ന ഏറ്റവും ബുദ്ധിമുട്ട്, അതൊരു ജോലിയുമായി ബന്ധപ്പെട്ടാണ് പോകുന്നതെങ്കിൽ, പ്രത്യേകിച്ച് നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ ഭാഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ B2 ലെവലിൽ വരെയുള്ള A1, A2, B1, B2 ലെവലിലുള്ള എക്സാം പാസ്സാകണം. ജർമ്മൻ ഭാഷ ലോകത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ചുരുക്കം ചില ഭാഷകളിൽ ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം. വളരെ ടഫാണ്. പക്ഷെ അങ്ങനെ പഠിച്ചു പോകുന്ന ഒരുപാട് മലയാളികൾ നമ്മളുടെ ഇടയിലുണ്ട്. മലയാളം അതുപോലെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ്. അതുകൊണ്ട് മലയാളം അറിയാവുന്നതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടേ അതിനുള്ളൂ. കൂടുതൽ എനിക്ക് തോന്നുന്നു പക്ഷേ ഇന്നിപ്പം ബിനുസാർ സംസാരിച്ചത് കാനഡയും അതുപോലുള്ള വെസ്റ്റേൺ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപക്ഷെ അങ്ങനെ ചോദിക്കാം. പിന്നെ ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ എഴുതിയിടാം. ഒരുപക്ഷെ നമുക്കതിന് എല്ലാത്തിനും എല്ലാ രാജ്യങ്ങളെല്ലാം നമുക്ക് ഒരുപക്ഷെ അഡ്രസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നാൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സെഷൻ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ തുടരാം. ഇവിടെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ പഠിക്കുന്നതിനുള്ള മൈഗ്രേഷൻ ടു കാനഡ ആഫ്റ്റർ സ്റ്റഡിങ് PG ഇൻ UK. UK-യിൽ PG കഴിഞ്ഞതിന് ശേഷം കാനഡയിലേക്കുള്ള മൈഗ്രേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. UK PG കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ്ട്രാ പോയിന്റ് കിട്ടുന്നുണ്ട്. കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് 1.5 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ആപ്ലിക്കേഷൻ കൊടുക്കാം. ഈ അടുത്ത ലിസ്റ്റിൽ ഇപ്പൊ വന്നിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു, ഈ മാസങ്ങളിൽ വന്നിരിക്കുന്നത് 4,10,000 നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസി. അവരെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു മൈഗ്രൻസിനെ പ്രതീക്ഷിക്കുന്നത്. അത്രയും പേരുടെ കാറ്റഗറി ലിസ്റ്റിലുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. ഓസ്ട്രേലിയയിൽ പഠിക്കുന്നതിന്റെ എക്സ്പെൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ പഠിക്കുന്നതിന്റെ എക്സ്പെൻസ് വരുന്നത് 25 lakh ആണ് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി നമ്മുടെ ബാങ്ക് ബാലൻസ് കാണിക്കേണ്ടത്. 25 ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് കാണിക്കണം. അതോടൊപ്പം തന്നെ അത് 6 months ഓൾഡ് അക്കൗണ്ട് ആയിരിക്കണം. റീസെന്റ് ആയിട്ട് പറ്റില്ല. അതോടൊപ്പം ഫീസ് സ്ട്രക്ചർ ഓൾമോസ്റ്റ് 15 to 25 lakhs വരുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് ഓസ്ട്രേലിയ അത്ര അഫോർഡബിൾ ആയിരിക്കില്ല എന്ന് പറയാനുള്ള കാരണം. ആനുവൽ ഫീസ് ആണോ? അത് ആനുവൽ ഫീസ് ആണ്. ഈ 25 ലക്ഷം രൂപ നമുക്ക് 6 മാസത്തിന് ശേഷം വിഡ്രോ ചെയ്യാം. 6 മാസത്തിന് ശേഷം, അല്ലെങ്കിൽ സ്റ്റുഡന്റ് അവിടെ എത്തിയതിനു ശേഷം വിഡ്രോ ചെയ്യാം. പക്ഷെ ഏകദേശം ഒരു സ്റ്റുഡന്റ് അവിടെ എത്താനായിട്ടും
പേപ്പർ വർക്കിനുമായിട്ട് നമുക്കൊരു 8-9 മാസം ഈ പറയുന്ന 25 lakh അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഒരു വേറൊരു ചോദ്യം, +2 കഴിഞ്ഞ് കാനഡയിൽ മെഡിക്കൽ പഠിക്കാൻ പോകാൻ സാധിക്കും? നീറ്റ് പോലത്തെ എക്സാംസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലേക്ക് ഒരുപക്ഷെ MBBS പോലുള്ള നീറ്റ് പോലുള്ള എക്സാംസ്, ക്വാളിഫയിങ് എക്സാംസ് അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ബജറ്റ് എന്താവും എന്നുള്ളത്. മെഡിക്കൽ, നമ്മുടെ മെഡിക്കൽ ഫീൽഡ് നോർമലി വരുന്ന 1 year എക്സ്പെൻസ് ആണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഓൾമോസ്റ്റ് ഒരു 15 lakhന് മുകളിലേക്ക്. അപ്പോൾ 5 വർഷത്തെ ഒരു കോഴ്സ് എന്ന് പറയുന്നത്, അതോടൊപ്പം കാനഡയിൽ മെഡിക്കൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് നമ്മൾ കമ്പയർ ടു നമ്മുടെ രാജ്യത്ത്. കാരണം അവിടെ ടൊറന്റോ നോട്ട്സ് എന്ന് പറയുന്ന ഒരു നോട്ട്സും അതോടൊപ്പം കുറെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. 5 വർഷം വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1 crore മുകളിലേക്കൊക്കെ എക്സ്പെൻസ് ആകാം. എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 75 lakhന് മുകളിലേക്ക് നമ്മുടെ എക്സ്പെൻസ് വരാം 5 വർഷം. ഡിഗ്രി പേപ്പർ ബാക്ക് വന്നാൽ എന്തെങ്കിലും? അത് ഞാൻ കണ്ടു. പേപ്പർ ബാക്ക് വന്നാലുള്ള ഒരു കോംപ്ലിക്കേഷൻ പേപ്പർ എഴുതിയെടുക്കണം. കാരണം പേപ്പർ ബാക്ക് വന്ന് കംപ്ലീറ്റ് അല്ലെങ്കിൽ നമ്മുടെ എംബസിയിൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അല്ല എന്നൊരു പ്രോബ്ലം വരും. കംപ്ലീറ്റ് അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് നമുക്ക് +2 ബേസ് ചെയ്ത് വെച്ച് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ റീസൺ, ഇപ്പൊ സ്റ്റുഡൻസിന്റെ എണ്ണം ഇപ്പോ ഈ അടുത്ത കാലത്ത്, അതായത് ഈ ഒരു 5-6 മാസത്തിനുള്ളിൽ വന്നത്, സ്റ്റുഡൻസിന്റെ എണ്ണം വളരെ കൂടി. ഇപ്പൊ നല്ല പ്രൊഫൈലുകൾ മാത്രമേ അവർ സ്വീകരിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് പേപ്പർ ബാക്ക് ഉള്ള ആള് എത്രയും പെട്ടെന്ന് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഡിഗ്രി കാണിക്കാതെ ആപ്ലിക്കേഷൻ കൊടുത്താലുള്ള ഒരു കോംപ്ലിക്കേഷൻ, +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ 3 years എക്സ്പീരിയൻസ് കാണിക്കണം. നമ്മളവിടെ ഗ്യാപ്പ് ഇട്ട് കാണിക്കാൻ പറ്റില്ല. 3 years എക്സ്പീരിയൻസ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണമുള്ള കോംപ്ലിക്കേഷൻ, +2 കഴിഞ്ഞ ഒരാള് സ്കിൽഡ് വർക്കർ കാറ്റഗറിയിൽ വരില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു കോംപ്ലിക്കേഷൻ വരാം. അപ്പൊ അതുകൊണ്ട് ബെറ്റർ എഴുതിയെടുത്ത് തീർത്തതിന് ശേഷം ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ്. ഡിഗ്രി കഴിഞ്ഞവർക്ക് ആ ബുദ്ധിമുട്ടില്ല. കാരണം അവർക്ക് അത് PG അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഡിഗ്രി കാണിച്ച് പോകാനായിട്ട് പറ്റും. തീർച്ചയായും പറ്റും. 2 വർഷത്തെ, ഒരുപക്ഷെ 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് എവിടെന്നെങ്കിലും റെഡിയാക്കിയാണ്. ഇനി ബെസ്റ്റ് കോഴ്സസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ബെസ്റ്റ് കോഴ്സ് നമ്മുടെ നാട്ടിൽ കോഴ്സുകളെ കുറിച്ച് +2 കഴിഞ്ഞ ഒരാളാണെങ്കിൽ സയൻസ് ഫെയർ റിലേറ്റഡ് കോഴ്സസ് ഉണ്ട്. ഇനിയിപ്പോ ഡിഗ്രി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഈ കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഡിഗ്രിക്ക് ഗ്രാജുവേഷൻ അനുസരിച്ചാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിലും നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ബേസ് ചെയ്തുകൊണ്ടാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇപ്പോൾ സപ്പോസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിരിക്കും. ഇപ്പൊ MSW കഴിഞ്ഞ ഒരാളാണെങ്കിൽ HR റിലേറ്റഡ് ആയിരിക്കും. അക്കൗണ്ട്സ് ആണെങ്കിൽ BCom ആണെങ്കിൽ BCom റിലേറ്റഡ് കോഴ്സസ്. അപ്പൊ അതിന്റെ സ്പെഷ്യൽ കാറ്റഗറീസ് ഉണ്ട് ഓരോ കോഴ്സസും. അതാണ് നോട്ടിന് നമ്മൾ ചെയ്യേണ്ടി വരിക. IELTSന്റെ എക്സ്പെൻസ് ഒരുപക്ഷെ എനിക്ക് IELTSന്റെ മാത്രമല്ല, ടോഫിലിന്റെയും OETയുടെയും കൂടെ ഒന്ന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ. IELTSന് നമ്മൾ ഒരു മാസത്തേക്ക് ഇപ്പോൾ വാങ്ങുന്ന ഫീസ് 8000 രൂപയാണ് ഫീസ്. ഈ ഫീസിന്റെ ടൈം നമ്മൾ കൊടുക്കുന്നത് 9:30 ക്ലാസ് തുടങ്ങി വൈകുന്നേരം ഒരു 3 മണി 4 മണി വരെയാണ് ക്ലാസ്. അതിന്റെ കൂടെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ്. ബാച്ച് എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ബാച്ച് ചെയ്യുന്നത് ഒരു 3-4 മാക്സിമം, അതിനപ്പുറത്തേക്കുള്ള ഒരു ബാച്ച് സിസ്റ്റം ഇല്ല. ഇനി OETക്ക് നമ്മൾ വാങ്ങുന്നത് 10,000 ആണ് ഫീസ്. കാരണം OET IELTSനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരു 5 മണിക്കൂർ 6 മണിക്കൂറത്തെ ടൈം എടുത്താൽ മാത്രമേ ഒരു ദിവസം 4 മൊഡ്യൂൾസും കംപ്ലീറ്റ് ആകുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 10,000 എന്ന് പറഞ്ഞൊരു ഫീസ് ഉള്ളത്. ഇനി ടോഫൽ നമ്മൾ 10,000 ആണ് ഫീസ്. അത് ഈ പറയുന്ന 2 ടാസ്കിനേക്കാളും കൂടുതലാണ്. കാരണം പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ഫീസ് ഒരു ഹൈ എമൗണ്ട് ഒരിക്കലും അല്ല. ടോഫലിന് 10 വർഷം മുമ്പ് ചാർജ് ചെയ്തിരുന്നത് 15,000 രൂപയായിരുന്നു. കാരണം ഒരു കമ്പ്യൂട്ടർ വേണം ഫുൾ ടൈം. അതായത് കമ്പ്യൂട്ടറിൽ ഓൺലൈനാണ് എക്സാം ക്ലാസ് നടക്കുന്നത്. നോട്ട്സ് കംപ്ലീറ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഓൺലൈനാണ്. അപ്പൊ അതുകൊണ്ട് സിസ്റ്റം വേണം ഒരു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ടോഫലും ഈ പറഞ്ഞ മൊഡ്യൂൾസ് എല്ലാം നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീസ് സ്ട്രക്ചർ കമ്പയർ ടു ബാക്കിയുള്ള വലിയ ഏജൻസികളെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ സംബന്ധിച്ച് നമ്മുടെ ഫീസ് കുറവാണെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. പിന്നെ നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നീട് സെക്കൻഡ് മന്തിലേക്ക് പോകുമ്പോൾ 3,000 നമ്മൾ ഓരോ മാസം അഡീഷണൽ കൊടുക്കുന്നുണ്ട്. കാരണം മെറ്റീരിയൽ കോസ്റ്റും കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ എക്സ്പെൻസ് വരും. കാരണം എല്ലാവർക്കും ഫ്രഷ് മെറ്റീരിയൽ ആണ് കൊടുക്കുന്നത്. ഒരാളുടെ മെറ്റീരിയൽ കോസ്റ്റ് തന്നെ ഒരു മാസം 1,500-2,000 ഇടയ്ക്ക് വരും. നമ്മൾ 8,000 രൂപ വാങ്ങുമ്പോൾ 1,500-2,000 ഇടയ്ക്ക് മെറ്റീരിയൽ നമ്മൾ ഒരു സ്റ്റുഡന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു മെറ്റീരിയൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 ടാസ്ക് ചെയ്യുന്നവരുണ്ട്. മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ്. 2 ടാസ്ക് കൊടുക്കുന്നുണ്ട്. 3 ടാസ്ക് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് എക്സ്പെൻസ് അങ്ങനെയായിരിക്കും. കാനഡയിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ബെസ്റ്റ് കോഴ്സസ് എന്താണ്? ബെസ്റ്റ് കോഴ്സ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ ഡിഗ്രി ഏതാണെന്ന് പറഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചുള്ള കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
അല്ലാതെ ബൾക്കായിട്ട് നമ്മൾ ജനറൽ ആയിട്ട് കോഴ്സസ് പറഞ്ഞാലുള്ള കോംപ്ലിക്കേഷൻ നമ്മുടെ ഇപ്പൊ ഡിഗ്രി നമ്മൾ സപ്പോസ് എക്കണോമിക്സിലാണ് ഡിഗ്രി കഴിഞ്ഞ ഒരാള് ഇപ്പൊ ഞാൻ IT ഫീൽഡ് ഒരു കോഴ്സ് പറഞ്ഞാൽ അവിടെ സ്യൂട്ടബിൾ ആകില്ല, കാരണം എംബസിന്ന് വിസ അപ്രൂവൽ ആകില്ല. ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും സ്കോപ്പ് ഉള്ള രാജ്യം ഏതാണ്? മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിന് സ്കോപ്പുള്ള രാജ്യം കാനഡ നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി മെഡിക്കൽ ഫീൽഡ് നഴ്സസിന് ഓപ്പർച്യൂണിറ്റി ഉള്ള രാജ്യം UK ആണ് ഏറ്റവും കൂടുതൽ. പക്ഷെ UK ഉള്ള ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ, ടാക്സ് 40% ആണ്. ഇനി UK പോകുന്നവർ ചെയ്യുന്ന നോർമൽ പ്രൊസീജിയർ ഇതാണ്. UK ഒരു 3 വർഷം 4 വർഷം വർക്ക് ചെയ്തതിനു ശേഷം അവർ നേരെ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ഓസ്ട്രേലിയ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതോടൊപ്പം പിന്നെ ടാക്സ് കുറവായത് കൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ഇൻകം അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഇപ്പൊ ഇവിടുന്ന് പോയ കല്ലോടിയിൽ നിന്ന് പോയിരിക്കുന്ന ഒരാളുണ്ട്, UK ചെന്ന് സ്വന്തം UK അവർ കാനഡയിലെത്തി, അവരവിടെ സ്വന്തം സ്ഥലം വാങ്ങി വീടും വെച്ചു. ഓസ്ട്രേലിയ ചെന്നതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തത്. പിന്നെ കാനഡ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. കാനഡയിൽ കുറച്ചുകൂടി നമ്മുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തുകൊണ്ടുകൊണ്ട് നേഴ്സസിന് നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ. അപ്പൊ അതാണ് കാനഡ കുറച്ചും കൂടെ സ്റ്റുഡൻസ് നോർമലി UK അല്ലെങ്കിൽ അയർലൻഡ് പ്രിഫർ ചെയ്യാനുള്ള ഒരു കാരണം. കാനഡയിലെ എക്സാം ക്രൈറ്റീരിയ കുറച്ചുകൂടി കൂടുതലാണ്. ഇവിടെ ഈ കാനഡ, ജർമ്മനിയിൽ 12 കഴിഞ്ഞവർക്ക് സ്കോളർഷിപ്പ് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ സ്കോളർഷിപ്പിന്റെ ഒരു സ്കീം എന്തായിരിക്കും? ഈവൻ ജർമ്മനി സ്കോളർഷിപ്പിനെ കുറിച്ച് +2 കഴിഞ്ഞവർക്കുള്ളതായിട്ട് എനിക്ക് അറിവില്ല. ഡിഗ്രി കഴിഞ്ഞവർക്കുള്ളവർക്കായിട്ടാണ് നമ്മുടെ അറിവ്. ഡിഗ്രി കഴിഞ്ഞവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെക്കാനിക്കൽ അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഈ ജർമ്മനി ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ഇതുവരെ കേട്ടത് ഈ +2 കഴിഞ്ഞവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന രാജ്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിംഗപ്പൂര്, മലേഷ്യ. ഇപ്പൊ ഇന്ന് പറഞ്ഞ ഒരു കാര്യം കൊറിയ കംപ്ലീറ്റ് കൊടുക്കുന്നത്. പക്ഷെ കൊറിയ അത്ര സേഫ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മളാണ് കൊറിയയെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയാത്തത്. സിംഗപ്പൂർ ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഇപ്പൊ ഒരു 2 മാസം മുമ്പ് പോയിട്ടുണ്ട്. അടുത്ത ഒരാള് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സിംഗപ്പൂർ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ +2 കഴിഞ്ഞവർക്ക്. ഫിസിയോതെറാപ്പി PGക്ക് ഫീസ് എക്സ്പെൻസ് എന്താവും ചോദിച്ചു. ഫിസിയോതെറാപ്പി PG നമ്മൾ എല്ലാ കൺട്രീസിലും 1 ഇയർ എക്സ്പെൻസ് വരുന്നത് ഒരു 25 lakh എങ്കിലും നമ്മൾ കാണണം. ഓരോ കോളേജിനനുസരിച്ച് ചെറിയൊരു വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫീസ് സ്ട്രക്ചർ 15 to 25 lakh എന്ന് പറഞ്ഞതിന്റെ കാരണം ഓരോ കോളേജുകളും ഓരോ പ്രൊവിൻസിൽ നിന്ന് ഒരു പ്രൊവിൻസിലേക്ക് മാറുമ്പോഴും കോളേജുകളിലെ ഫീസുകൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെയായാലും 1 ഇയർ കോഴ്സ് ഫീ പ്ലസ് ലിവിങ് എക്സ്പെൻസ് 15 to 25 lakh വേണം. അത് നമ്മൾ ഫീസ് സ്ട്രക്ചർ ലിവിങ് എക്സ്പെൻസ് ഇനിഷ്യലി തന്നെ കാനഡയിലുള്ള ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ MSW. എനിക്ക് തോന്നുന്നത് ഇതിന്റെ അത് ചോദ്യങ്ങളാണ് കൂടുതൽ. നമ്മൾ മാത്രം അഡ്രസ് ചെയ്താൽ മതിയായിരുന്നു. എനിവേ പോട്ടെ പെട്ടെന്ന് പറഞ്ഞു പോവാം. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ MSW-കാർക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു രാജ്യം കാനഡയാണ്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK ആണ്. UK-യിൽ 2 തരത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഒന്ന്, നിങ്ങൾ കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ UK-യുടെ നമ്മുടെ ഇപ്പൊ ഇവിടുന്ന് പോയ എൻ്റെ ഒരു സ്റ്റുഡന്റ് പോയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. പുള്ളി പോയിട്ട് ഏകദേശം ഒരു 5 വർഷമായി. കൊളത്താടെയാണ് വീട്. പുള്ളി പോയത് അവിടെയുള്ള എല്ലാ ഓർഗനൈസേഷനും മെയിൽ അയച്ചു. അങ്ങനെ മെയിൽ അയച്ച് ഓരോ ഓർഗനൈസേഷൻ ആ പുള്ളിനെ സെലക്ട് ചെയ്തു. പുള്ളി അങ്ങനെ ഫ്രീ ആയിട്ട് സ്വന്തം ഡോക്യുമെന്റ് ചെയ്ത് UK പോയ ഒരാളാണ്. അപ്പൊ UK-യിൽ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ കല്ലോടിയിൽ ഒരാൾ പോയതും ഈ പറയുന്ന പോലെ MSW കഴിഞ്ഞ ഒരാളാണ്. കാനഡ MSW-കാർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. PR-ന് വേണ്ടി നമുക്ക് റിക്വയർമെന്റ് ഞാൻ ആദ്യം പറഞ്ഞു. മൈഗ്രേഷന് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി കാനഡയാണ് മൈഗ്രേഷൻ പോസിബിലിറ്റി ഡയറക്റ്റ് വർക്ക് പെർമിറ്റ്. UK നമുക്ക് ഡയറക്റ്റ് ഈ പറയുന്ന MSW-കാർക്ക് വർക്ക് പെർമിറ്റ് ഓഫർ ചെയ്യുന്നില്ല അധികം. വളരെ റെയർ ആയിട്ടേ കിട്ടാറുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ അവിടെയുള്ള കമ്പനികൾക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കിട്ടിയാൽ വളരെ ഈസി ആയിട്ട് പോകും. ഓസ്ട്രേലിയ, UK ഈ 2 സ്ഥലങ്ങളിൽ. which country is best for being a pilot? പൈലറ്റ് എനിക്ക് അതിനെ കുറിച്ച് ഒരു അത്ര നോളജ് ഇല്ല. അന്വേഷിച്ചതിന് ശേഷം പറയാം. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഏറ്റവും റിച്ചായ രാജ്യങ്ങൾ അമേരിക്ക അല്ലെങ്കിൽ കാനഡ പോലെയാണ്. ഇനി കാനഡ നിങ്ങൾ എത്തിക്കഴിഞ്ഞാലുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി പറയാം. കാനഡയിൽ ഒരിക്കൽ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ US-ലേക്ക് ബസ് കയറി പോയാൽ മതി. വേറൊരു വിസയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ന്യൂസിലാൻഡ് പഠിക്കുന്നതിന് 50 lakhന് മുകളിലാണ്. 15 to 25 lakhന് ഈ പറയുന്ന ഓസ്ട്രേലിയ ഞാൻ പറഞ്ഞ ഒരു മിനിമം ബാങ്ക് ബാലൻസ് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ വരുന്ന ഫീസ് സ്ട്രക്ചർ ന്യൂസിലാൻഡും കാനഡയും
ഓസ്ട്രേലിയയും UK ഓൾമോസ്റ്റ് സെയിം ആണ്. വലിയ വ്യത്യാസങ്ങൾ വേരിയേഷൻസ് ഇല്ല. ഈ 15-നും 25-നും ഇടയിൽ വരും. ജർമ്മനിയിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ലാംഗ്വേജ് B2 വരെ വേണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയാം. ജർമ്മനിയിൽ പഠിക്കാൻ നമുക്ക് ലാംഗ്വേജ് വേണ്ടത്, ഒന്ന് ജർമ്മനിയിൽ പാർട്ട് ടൈം ജോബ് എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് വേണം. ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ, ഇപ്പൊ ഷെനഹൻ കൺട്രീസ് എന്ന് പറയുന്ന രാജ്യങ്ങളുടെ എല്ലാം പ്രത്യേകത, അവിടെ നമ്മുടെ ഇന്ത്യൻസിന്റെ എണ്ണം വളരെ കുറവാണ്. ഒരു 10 വർഷം മുമ്പ് ഞാൻ സൈറ്റിൽ കയറി, 10 വർഷം 5 വർഷം മുമ്പ് സൈറ്റിൽ കയറി 251 പേരാണ് ഈ പറയുന്ന ഫ്രാൻസിലുണ്ടായിരുന്നു, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നത്. അപ്പൊ അവിടെയുള്ള രാജ്യങ്ങളുടെ പ്രത്യേകത, നമുക്ക് ലോക്കൽ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ നമുക്ക് മുമ്പ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുക, ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമ്മളാണ് ഫസ്റ്റ് ലിസ്റ്റിൽ. അതിനുശേഷം ഒരു 10 യൂറോപ്യൻസോ അല്ലെങ്കിൽ ജർമ്മൻ ഭാഷ അറിയുന്നവരുണ്ടെങ്കിൽ അവരെ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷൻ അവർ കൺസിഡർ ചെയ്യുള്ളൂ. അതുകൊണ്ട് ജർമ്മൻ ഭാഷ പഠിച്ചാൽ മാത്രമേ അവിടെ പോയതുകൊണ്ട് നമുക്കൊരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകുള്ളൂ. എനിക്ക് B2 വരെ പഠിക്കണമെന്നുള്ള കാര്യത്തില് എനിക്കത് വേണ്ട B2 വേണ്ട. അവർക്ക് വേണ്ടത് ബേസിക് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് മാത്രം മതി പഠിക്കാനായിട്ട് പോകുന്നത്. അതെ തീർച്ചയായും. IELTSന്റെ ക്ലാസ് ഇവിടെ ഓൺലൈൻ ആണോ? IELTSന്റെ ക്ലാസ് നമുക്ക് ഓൺലൈൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ വളരെ കുറഞ്ഞ രീതിയിൽ ഓഫ്ലൈൻ ചെയ്യുന്നുണ്ട്. അത് ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പെർമിഷൻ ഇല്ലാത്തത് കൊണ്ടും, പിന്നെ നമ്മൾ ഓഫ്ലൈൻ എടുത്തതിന്റെ ഒരു റീസൺ, ഓഫ്ലൈൻ എടുക്കുന്നത് എക്സാമിന് വേണ്ടിയുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. എക്സാമിന് ഇപ്പൊ അടുത്ത ആഴ്ച എക്സാമിന് പോകുന്നവർക്ക് നമ്മൾ ഓഫ്ലൈൻ ഒരു 2-3 ദിവസം ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ അവർ പരാജയപ്പെടുന്നു 100%. ഞങ്ങളുടെ ഒരു ഉറപ്പ് അങ്ങനെ ഉള്ളതുകൊണ്ട് നോർമലി നമ്മൾ കൊടുക്കാറുള്ളത് എക്സാമിനോട് അടുത്ത് നമ്മൾ ഒരാഴ്ച അവർക്ക് കമ്പൽസറി ആയിട്ട് റെഗുലർ ആയിട്ട് കൊടുക്കും. കാരണം സ്പീക്കിങ്ങിന് ഫേസ് ടു ഫേസ് വരുമ്പോഴും അവർക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനി ഓൺലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഫേസ് ടു ഫേസ് ഒരാളോട് സംസാരിക്കുന്നതും ഫോണിലൂടെ ഒരാളോട് സംസാരിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് എക്സാമിനോട് അടുത്ത് 1 വീക്ക് നമ്മൾ ഓൺലൈൻ മാറി ഓഫ്ലൈൻ ആണ് എല്ലാവർക്കും കൊടുക്കാറുള്ളത്. അതിപ്പോ നമ്മൾ കാനഡ, ഇപ്പോ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ ഇവിടെ താമസിച്ച് പഠിക്കുന്നുണ്ട് എക്സാമിനോട് അടുത്ത് 1-2 ആഴ്ചത്തേക്ക് വേണ്ടി. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കൊന്ന് അടുത്ത വിധത്തിലേക്ക് പോവാം. ഓക്കെ, റൈറ്റ്. ഇനി ഇഷ്ടംപോലെ MBBS എടുക്കുന്നത് ഇന്ത്യയിലാണോ എബ്രോഡ് ആണോ? ബജറ്റ് ക്വാളിറ്റി എന്ത് കൺസിഡർ ചെയ്യുമ്പോൾ ഇന്ത്യയിലാണോ എബ്രോഡ് ആണോ? ബഡ്ജറ്റ് ക്വാളിറ്റി MBBSനെ കുറിച്ച് പറയുമ്പോൾ ഫിലിപ്പീൻസ് MBBSന് പറ്റിയൊരു ഓപ്ഷനാണ്. കാരണം കുറച്ച് പേര് നേരത്തെ ഫിലിപ്പീൻസിൽ MBBSന് പോയിട്ടുണ്ട്. ഫിലിപ്പീൻസിന് MBBSന് കുറച്ചും കൂടെ എക്സ്പെൻസ് കുറവാണ്. അതിനെക്കുറിച്ചുള്ള ഭയങ്കര ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. കാരണം കുറച്ച് നമ്മുടെ അടുത്ത് സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന MBBSന് ഫിലിപ്പീനിൽ പോയവര് എക്സ്പെൻസീവ് അല്ല, പിന്നെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ട്. ഇനി കാനഡയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ പറയും കാനഡയാണ്. കാരണം 5 വർഷം പഠിച്ചാൽ നമുക്ക് അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതോടൊപ്പം നമ്മുടെ പാക്കേജസ് വളരെ കൂടുതലാണ്. കാനഡ ഓഫർ ചെയ്യുന്ന, അവിടെ പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഓഫർ ചെയ്യുന്ന ബഡ്ജറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഞാൻ കാനഡ ഇത് മാത്രമേ പറയുള്ളൂ. കാനഡയിലെ PhD പ്രോഗ്രാംസ് ഇൻ സയൻസ്, PhD പ്രോഗ്രാമുകളെ കുറിച്ച്, സയൻസ് അതിന്റെ സ്കോളർഷിപ്പ് പോസിബിലിറ്റി, ഫീസ് PhD ആണ്. PhD പോസിബിലിറ്റിയെ കുറിച്ച് PhD ചെയ്യുന്ന പോയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് കുറച്ച് സ്റ്റുഡൻസ് നേരത്തെ പോയിട്ടുണ്ട്. ഫീസ് സ്ട്രക്ചർ, പ്രസന്റ് ഫീസ് സ്ട്രക്ചർ എനിക്ക് അത്ര വ്യക്തമല്ല. ഞാൻ അതിനെക്കുറിച്ച് സ്കോളർഷിപ്പിന്റെ കാര്യം ഒന്ന് വിളിച്ചാൽ ഞാൻ ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം വിളിച്ചാൽ ഞാൻ കൃത്യമായിട്ട് ഫീസ് സ്ട്രക്ചർ പറഞ്ഞു തരുന്നതായിരിക്കും. And doing my degree in economics, so what will be the best courses in Canada for my post graduation that have മുമ്പോട്ട് സ്കോപ്പ് ഉള്ള PG കോഴ്സ് എക്കണോമിക്സിന് ശേഷം? എക്കണോമിക്സിന് ശേഷം ഡെഫിനറ്റ് ആയിട്ട് അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ടിങ്ങിൽ ഒരുപാട് തരത്തിലുള്ള കോഴ്സ് ഉണ്ട്. അക്കൗണ്ട് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്നുള്ളത്, ഏറ്റവും കൂടുതൽ കാനഡ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന അക്കൗണ്ട്സിനെയാണ്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, പുള്ളി ന്യൂസിലാൻഡിൽ പോയി, അവൻ അക്കൗണ്ട്സിൽ പുലിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത്ര ബ്രില്യൻ്റ് ആയ ഒരു അക്കൗണ്ട് സ്റ്റുഡന്റ് ആയിരുന്നു. PGക്ക് പോയി 6ാമത്തെ വർഷം കനഡിയൻ ഗവൺമെന്റ് ഇവന് PR ഓഫർ ചെയ്തു. സോറി, ന്യൂസിലാൻഡിൽ PR ഓഫർ ചെയ്തു. അങ്ങനെ ന്യൂസിലാൻഡിൽ ഞാനിപ്പോ ഏകദേശം എൻ്റെ ഒരു 1000-ന് മുകളിൽ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും എൻ്റെ അടുത്ത്. ഇത്രയും എക്സ്പീരിയൻസിൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഗവൺമെന്റ് PR ഇങ്ങോട്ട് ഓഫർ ചെയ്ത് കിട്ടിയ ഒരാള് അക്കൗണ്ടിങ് ഫീൽഡിൽ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അക്കൗണ്ട് ഫീൽഡ്സിന് വളരെ ബ്രൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് എല്ലാ രാജ്യത്തും ഉള്ളത്. കാരണം നമ്പർ കുറവായിരിക്കും കാൻഡിഡേറ്റ്സിന്റെ.
വയനാട്ടിൽ ജർമ്മൻ പഠിക്കാൻ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫെഡാർ ഓൺലൈനായിട്ട് ജർമ്മൻ കോഴ്സ് നടത്തുന്നുണ്ട്. പിന്നെ അത് പക്ഷെ ഇത്തിരി സമയം എടുക്കുന്നതാണ്. എനിവേ അഭിഷേക് നാളെ ഫെഡാറിന്റെ ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് മറ്റു ഓപ്ഷൻസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അഭിഷേക് ഈ ജർമ്മനുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ജർമ്മനിയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും നാളെ ഫെഡാറിന്റെ ഓഫീസിലേക്ക് വിളിക്കുകയോ ഇമെയിൽ അയക്കും, info@fedarfoundation.com അതിലേക്ക് ഇമെയിൽ അയക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വിശദ വിവരങ്ങൾ അത് സംഘടിപ്പിച്ചു തരുന്നതായിരിക്കും ജർമ്മനിയുമായി ബന്ധപ്പെട്ടത്. ബാക്കിയുള്ളത് ബിനുസാറിനെ തന്നെ വിളിക്കുക. അഞ്ജലീന സർ, ആർട്സിൽ ഡിഗ്രി ചെയ്തവർക്ക് കാനഡയിലേക്കുള്ള സാധ്യത എന്താണ്? ആർട്സിൽ ഡിഗ്രി ചെയ്തവർക്ക് കാനഡ, ഇപ്പൊ ഡിഗ്രി ജസ്റ്റ് പാസ് ഔട്ട് ആണെങ്കിൽ നമുക്ക് ഉള്ള ഒരു ഓപ്ഷൻ ഹയർ സ്റ്റഡീസിന് പോകാന്നുള്ളതാണ്. അതാണ് നമുക്കുള്ള സ്കോപ്പ്. പ്രൊസീജിയർ ഫോർ സ്റ്റഡീസ് ഒന്നുകൂടെ പറയാമോ? പഠനത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ എന്താണ്? ഒന്ന്, പഠനത്തിന് വേണ്ടിയുള്ളത് +2 കഴിഞ്ഞ ഒരാള് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് IELTS മിനിമം സ്കോർ 6ഉം ഓവറോൾ 6.5ഉം. ഇനി നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അത് ഞാൻ പറഞ്ഞ മിനിമം ക്രൈറ്റീരിയ, അതിന്റെ മുകളിലേക്കാണ് വേണ്ടത്. ഇനി ഫീസ് സ്ട്രക്ചറിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. വേറെ എന്തായാലും ചോദിച്ചേ? അത്രേ ഉള്ളൂ. എനിക്ക് ബാക്കിയുള്ളതെല്ലാം റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കോഴ്സസ്, എക്സ്പെൻസസ് ആഫ്റ്റർ വെറ്ററിനറി കോഴ്സസ് ആഫ്റ്റർ +2 ചോദിച്ചിട്ടുണ്ട്. എക്സ്പെൻസസ് നോർമലി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സ്പെൻസസ് ആണ് എല്ലാ രാജ്യത്തും വരുന്നത്. അതിന് വലിയ വേരിയേഷൻസ് ഇല്ല. അത് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് ഈ ഫീസ്, ലിവിങ് എക്സ്പെൻസസ് സെക്കൻഡ് ഇയറിലേക്ക് വേണ്ട. ഇപ്പൊ നമ്മൾ 15 ലക്ഷം നമ്മൾ അടയ്ക്കുമ്പോൾ അതിനകത്തൊരു 7.5-8 ലക്ഷം രൂപ ലിവിങ് എക്സ്പെൻസ് ആണ്. ഈ സെക്കൻഡ് ഇയറിലേക്ക് പോകുമ്പോഴത്തേക്ക് ലിവിങ് എക്സ്പെൻസ് വേണ്ട. ഇപ്പൊ നമ്മൾ 10 ലക്ഷം രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ എങ്കിൽ നെക്സ്റ്റ് ഇയറിൽ അത് 8 ലക്ഷം ആയിരിക്കും, നെക്സ്റ്റ് ഇയറിൽ അത് 7 ലക്ഷം ആയിരിക്കും. ആ രീതിയിലുള്ള ഒരു ഫീസ് സ്ട്രക്ചർ ഉണ്ടാകും ഏത് കോഴ്സിനാണെങ്കിലും. ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന കോഴ്സ്, അതിന് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രാവൽ ആൻഡ് സ്കോപ്പ് ഹയർ സ്റ്റഡീസിന് പോയാൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹയർ സ്റ്റഡീസിന് അവിടെ പോയതിനു ശേഷം ലോജിസ്റ്റിക്സോ അങ്ങനെ റിലേറ്റഡ് ആയ കോഴ്സുകൾ ചെയ്താൽ നമുക്ക് അവിടെ സ്കോപ്പ് ഉണ്ട്. കാനഡയിൽ ഏത് കോഴ്സ് ചെയ്താലും നിങ്ങൾക്ക് അവിടെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ കാനഡ ഓഫർ ചെയ്യും. നേരത്തെ പറഞ്ഞു, ഇനി ജോബ് തന്നില്ലെങ്കിൽ ഒരു ജോബ് കിട്ടാനുള്ള ട്രെയിനിങ് കാനഡ ഓഫർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ അതിനുള്ള സാലറി മന്ത്ലി നമ്മുടെ അക്കൗണ്ടിൽ എത്തും. 6 മാസമാണ്. കൂടുതൽ കാലം നമുക്ക് സാലറി മേടിക്കാൻ ജോലി ചെയ്യാൻ പറ്റില്ല, ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. 6 മാസത്തേക്കുള്ള എക്സ്പെൻസ് ഗവൺമെന്റ് വഹിക്കും. 6 മാസം ജോലി ചെയ്യാനുള്ള ടൈമുണ്ട്, കണ്ടുപിടിക്കാനുള്ള സമയമുണ്ട്. അതിനുള്ളിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ജോലി കിട്ടും. ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. 2 ചോദ്യം. UK ഓർ കാനഡ ഈസ് മോർ എക്സ്പെൻസീവ്? കാനഡ ഈസ് ബെസ്റ്റ്. എക്സ്പെൻസീവ് ഓൾമോസ്റ്റ് സെയിം ആണ്. IELTS വേണ്ടി എത്ര മാസം പ്രിപ്പയർ ചെയ്യണം? ഡിപ്പെൻഡ്സ് ഓൺ ലാംഗ്വേജ്. ലാംഗ്വേജ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ സെന്റ് പാട്രിക്സ് പോലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, നോർമൽ യൂഷ്വലി. ഇനി നമ്മൾ ഡിഗ്രി സാധാ കോളേജിൽ നിന്ന് പഠിച്ചതാണെങ്കിൽ നമുക്ക് 1 മാസം വേണ്ടി വരും. 1 മാസത്തിൽ കൂടുതലും ആകാം. അപ്പൊ ഞാൻ ഏറ്റവും പറഞ്ഞത്, നമ്മളിവിടെ 7 ദിവസം കൊണ്ട് IELTS 7.5 സ്കോറിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് ഗൈഡൻസ് നമുക്ക് കൊടുക്കാൻ, ബാക്കി ലാംഗ്വേജ് ഡെവലപ്മെന്റ് ലാംഗ്വേജ് അവർക്ക് ഉണ്ടായിരുന്നു. ബേസിക് ലാംഗ്വേജ് നല്ല ലാംഗ്വേജ് ഉള്ളവരാണ് 7 ദിവസം കൊണ്ട് 7.5 എത്തിയത്. വയനാട്ടിലെ കുട്ടിയാണ്, പൈമ്പിള്ളിയുള്ള കുട്ടിയാണ്. ഇനി ഈ പറയുന്ന 15 ദിവസം കൊണ്ടും 8 എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ആള് മാനന്തവാടിക്കാരൻ തന്നെയാണ്, സെന്റ് പാട്രിക്സ് പഠിച്ചാണ്, ഡിഗ്രി കഴിഞ്ഞ ആളുമാണ്. ഡിപ്പെൻസ് ഓൺ ലാംഗ്വേജ് ആണ്. നമ്മൾ ലാംഗ്വേജ് ആദ്യത്തെ ദിവസം ഒന്ന് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എത്ര ഡ്യൂറേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാനഡയിൽ MBA സ്കോപ്പ്? MBA സ്കോപ്പ് ഉണ്ട്. MBA HRO അല്ലെങ്കിൽ റിലേറ്റഡ് ആയ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി, മിനിമം $25 ഒരു ജോലിയിൽ എത്താനുള്ള ഹയർ സ്റ്റഡീസ് ഈ MBA കഴിഞ്ഞാൽ നമുക്ക് കിട്ടുവാണ്. എഞ്ചിനീയറിംഗിൽ PG കഴിഞ്ഞിട്ട് ഉള്ളവർക്ക് UK-യിൽ സ്കോപ്പ് ഉണ്ടോ? UK-യിൽ തീർച്ചയായും സ്കോപ്പ് ഉണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ UK-യിലുള്ള ഒരു കോംപ്ലിക്കേഷൻ, എല്ലാവരും UK-ക്ക് പോകുമ്പോൾ ഇപ്പോൾ കുറച്ചുപേര് പോകാനുള്ള റീസൺ UK വിത്തൗട്ട് IELTS എന്നുള്ളത് കൊണ്ടാണ്. ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് UK PR ഓഫർ ചെയ്യുന്നില്ല. റെസിഡൻസ് പെർമനന്റ് റെസിഡൻസ് നമുക്ക് UK ഓഫർ ചെയ്യുന്നില്ല. പെർമനന്റ് റെസിഡൻസ് ഓഫർ ചെയ്യുന്നത് ഒന്ന് അക്കൗണ്ട്സ് ചെയ്ത, അക്കൗണ്ട് റിലേറ്റഡ് ആയ കോഴ്സ് ചെയ്തവർക്കും പിന്നെ എഞ്ചിനീയറിംഗ് കാറ്റഗറി ഉള്ളവർക്ക് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് എഞ്ചിനീയേഴ്സിന് ഏറ്റവും സ്കോപ്പുള്ള രാജ്യം ഞാൻ പറയുന്നത് ഒന്നെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡയാണ്. B.Ed ഇംഗ്ലീഷ് കഴിഞ്ഞു, ഇപ്പോൾ PG ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് നിർബന്ധം ഉണ്ടോ എന്നുള്ളതാണ് കാനഡയിൽ. PG കഴിഞ്ഞതാണെങ്കിൽ അവർക്ക് B.Ed MA B.Ed കഴിഞ്ഞ് PG അല്ലേ? PGയും B.Ed കഴിഞ്ഞവർക്ക് വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അവിടെ ആസ് എ ടീച്ചർ വർക്ക് ചെയ്യാം.
ടീച്ചർ വർക്ക് ചെയ്യാനുള്ള ക്രൈറ്റീരിയ കുറച്ചും കൂടെ IELTS സ്കോർ കുറച്ചും കൂടെ കൂടുതൽ വേണം. 8 2 മൊഡ്യൂൾസിനും 8 2 മൊഡ്യൂൾസിനും 7 ആയിരിക്കും. എന്നാൽ അതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പ്രസന്റ് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് എക്സാക്ട്ലി അറിയത്തില്ല. ഇല്ലെങ്കിൽ അവർക്ക് ഹയർ സ്റ്റഡീസിലാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, PR-നും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എനിക്കൊന്ന് ഇതിന്റെ അകത്ത് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേ നമ്മൾ പറഞ്ഞ സമയത്തെക്കാളും മുമ്പോട്ട് പോവാണ്. അന്നാമോള് ഒരു ചോദ്യം കൂടെ, എഞ്ചിനീയറിംഗിന് ജർമ്മനിയിൽ, അത് പറഞ്ഞു പോയതാണല്ലോ ഓൾറെഡി. എഞ്ചിനീയറിംഗിന് ജർമ്മനിയിൽ സ്കോപ്പ് ഉണ്ടോ? എഞ്ചിനീയേഴ്സിനും നഴ്സസിനും നല്ല സ്കോപ്പ് ഉണ്ട്. തീർച്ചയായും. അങ്ങനെയുള്ള കാര്യങ്ങൾ ജർമ്മനിയുമായി ബന്ധപ്പെട്ടുള്ളത് ഇൻഫോ@ഫെഡാർ, നമ്മുടെ ഈ ഫെഡാറിന്റെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ഒരു ദിവസത്തിനുള്ളിൽ അന്വേഷിച്ച് മറുപടി നൽകുന്ന. ജർമ്മൻ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ ഓൺലൈൻ കൊടുക്കുന്നുണ്ട്, മറ്റ് ഓപ്ഷൻസ് പറഞ്ഞു തരാം. നിങ്ങൾ അതുമായി അവിടെ ഇങ്ങോട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നാളെ വിളിച്ചാൽ മതി, പകൽ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ മെയിൽ അയക്കാം, സോഷ്യൽ മീഡിയയിൽ നമുക്ക് മെസ്സേജ് അയക്കാം, ഏത് സോഷ്യൽ മീഡിയയിൽ. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറോളം ആകുന്നു. വളരെ നല്ല ഒരു പാർട്ടിസിപ്പേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരുപാട് പേർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ അകത്ത് നമ്മൾ ഫെഡാറിന്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കേരളത്തിലും ഒക്കെ അങ്ങനെയുള്ള ചില സെഷൻസ്, മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെഷൻസ് 1 അവറിന് നമ്മളൊരു കുറച്ച് സെഷൻസ് നടത്തിയതിന്റെ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സംശയങ്ങളോ അല്ലെങ്കിൽ സഹായങ്ങളോ ക്ലാരിഫിക്കേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇപ്പൊ ഇവിടെ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ബിനു സാറിനെ ബന്ധപ്പെടാം. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഈ 1.5 മണിക്കൂർ സമയം വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട്, വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായും വളരെ ഹ്രസ്വമായും ഉത്തരങ്ങൾ നൽകി. എല്ലാവരെയും തന്നെ എനിക്ക് തോന്നുന്നു ഒരു 90%, കുറച്ചുപേരെ നമുക്ക് 90% നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചു. വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ സെമിനാരിയിലേക്ക് വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ബാച്ചായിട്ട് തുടങ്ങിയതാണ്. ആ കാലം മുതലുള്ള ഒരു സ്നേഹവും സൗഹൃദവും ഒക്കെ നിസാറുമായിട്ടുണ്ട്. സെമിനാരിയിലാണ് പഠിച്ചത് എന്നുള്ളത്. അതിനുശേഷം കുറെ വർഷങ്ങൾ, അതുകൊണ്ട് ആ സൗഹൃദത്തെ ഒക്കെ സ്നേഹത്തോടെ ഓർക്കുകയാണ് ഇപ്പോൾ. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ, ഇന്ന് ഈ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവരുടെയും പേരിൽ ഏതാണ്ട് 110 മുകളിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവസാനം ഇങ്ങനെ ചോദ്യോത്തരങ്ങളിൽ വന്നപ്പോഴാണ് പറഞ്ഞു വന്നത്. എല്ലാവരുടെയും പേരിൽ, അറ്റൻഡ് ചെയ്ത എല്ലാവരുടെയും പേരിൽ, ഫെഡാർ ഫൗണ്ടേഷന്റെ പേരിൽ, മാനന്തവാടി രൂപതയുടെ പേരിൽ സ്നേഹത്തോടു കൂടി സാറിന് നന്ദി പറയും. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ